1947 ഇന്ത്യ ഇൻഡിപെൻഡൻസ് കിട്ടുന്നതിന് മുമ്പ് കുറെ ഡിസ്കഷൻസ് ഇൻഡിപെൻഡൻസിനെ പറ്റി നടക്കുന്നുണ്ടായിരുന്നു. അപ്പം ഇതൊക്കെ മെയിനായിട്ട് ഡീൽ ചെയ്തുകൊണ്ടിരുന്ന ഇതിനെപ്പറ്റി സംസാരിച്ചുകൊണ്ടിരുന്ന 1, 2 മേജർ പൊളിറ്റീഷ്യൻസും അല്ലെങ്കിൽ ഈ ബ്രിട്ടീഷ് ഒഫീഷ്യൽസ് ഒക്കെ മൗണ്ട് ബാറ്റൺ, അങ്ങനെ വിൻസ്റ്റൺ ചർച്ചിൽ, അങ്ങനെ കുറച്ച് പേരായിരുന്നു. Now ഇവരെല്ലാവരും പ്രൊഡിക്റ്റ് ചെയ്തിരുന്ന ഒരു കാര്യം ഇന്ത്യ ഒരുപക്ഷെ ബാൽക്കണൈസേഷൻ സംഭവിക്കുന്നുള്ളതായിരുന്നു. അപ്പം ഈ യൂറോപ്പിലുള്ള കുറച്ച് കൺട്രീസിനെയാണ് പൊതുവെ ബാൽക്കൺ കൺട്രീസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ കൺട്രീസിനകത്ത് ഇപ്പോൾ മാസിഡോണിയ, സ്ലൊവീനിയ, ക്രൊയേഷ്യ, സെർബിയ, അങ്ങനെ കുറെ കൺട്രീസ് ഉണ്ട്. ഇവരെല്ലാം കൾച്ചറലി കുറെയൊക്കെ ചെറിയ രീതിയിലൊക്കെ സിമിലർ ആണ്. പക്ഷെ ഇവർ തമ്മിൽ ഡിഫറൻസുകളുണ്ട്. ലാംഗ്വേജിൽ ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ സ്ലൊവീനിയനും ക്രൊയേഷ്യനും തമ്മിൽ ഡിഫറൻസ് ഉണ്ട്. അപ്പം അങ്ങനെ പല ഡിഫറൻസുകളുണ്ട്. കുറച്ച് ഹിസ്റ്റോറിക്കൽ കോമണാലിറ്റീസ് ഉണ്ടെങ്കിലും അതിനകത്തും ഡിഫറൻസുകളുണ്ട്. ഈ കൺട്രികളെല്ലാം എപ്പോഴും ഇവർ തമ്മിൽ അടിയും പ്രശ്നങ്ങളും അവരുടെ ഇടയ്ക്കുള്ള അവരുടെ നാഷണലിസവും സാധനങ്ങളൊക്കെ വന്ന് കാരണം അവർ അടിച്ചു പിരിയുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അവരത് പിന്നെ വളരെ വയലന്റ് ക്ലാഷോടെ സംഭവിക്കുകയും ചെയ്തു. അപ്പൊ ഇങ്ങനെ ഒരു ബാൽക്കണൈസേഷൻ പ്രോസസ്സ് ഇന്ത്യയിലും നടക്കും. കാരണം ഇന്ത്യ വെറും ഒരു ജോഗ്രഫിക്കൽ എൻറ്റിറ്റിയാണ്. ഇന്ത്യക്ക് അങ്ങനെ ഇന്ത്യനെ ഒരുമിച്ച് പിടിക്കാൻ ഒരു സംഭവം ഇല്ല എന്നൊക്കെ പലരും ക്രിട്ടിസൈസ് ചെയ്യാറ്. ഇപ്പം നമ്മൾ നമ്മുടെ 80ാമത്തെ ഇൻഡിപെൻഡൻസ് ഡേ ആഘോഷിക്കുകയാണ്. 80 വർഷമായി നമ്മൾ കൊളോണിയൽ റൂളേഴ്സിന്റെ അടുത്ത് നിന്ന് നമ്മൾ ഇൻഡിപെൻഡന്റ് ആയി ഒരു യൂണിഫൈഡ് കൺട്രിയായി നമ്മൾ ഇത്രയും കാലം നിലനിന്നു. ലോകത്തുള്ള പല ആൾക്കാരെയും ഞെട്ടിച്ചുകൊണ്ടാണ് അത് സംഭവിച്ചിരിക്കുന്നത്. റൈറ്റ്? നമുക്കിതിന് ചുറ്റും കുറച്ച് കാണാൻ പറ്റത്തില്ല. ഇത് ഒത്തിരി സന്തോഷിക്കേണ്ടയും നമുക്ക് ഭാവിയിലേക്കും ഹോപ്പ് വരുന്നൊരു സംഗതിയാണ്. നമസ്കാരം, എല്ലാവർക്കും നയദൃഷ്ടിയിലേക്ക് സ്വാഗതം. എൻ്റെ പേര് ആനന്ദ്, എൻ്റെ കൂടെയുള്ളത് സോനൽ. തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇന്ത്യ 80ാമത്തെ ഒരു സ്വാതന്ത്ര്യ ദിനം ആഘോഷിക്കുന്ന ഒരു സമയത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സോനൽ പറഞ്ഞതുപോലെ ഒരുപാട് പ്രശ്നങ്ങളും അല്ലെങ്കിൽ ഇന്ത്യ ചിന്നിച്ചിതറിപ്പോവും എന്നൊക്കെ പലരും വിചാരിച്ചെടുത്തുനിന്ന് ഇന്ത്യ ഇപ്പോഴും യുണൈറ്റഡ് ആയിട്ട് ഒരുമിച്ച് നിൽക്കുന്ന ഒരു സാഹചര്യം തന്നെയാണുള്ളത്. പല പ്രതിസന്ധികളുടെയും നമ്മൾ കടന്നു പോയിട്ടുണ്ടെങ്കിലും ഇന്ത്യ എന്ന് പറഞ്ഞ ഐഡന്റിറ്റി അതിപ്പോഴും ഉറച്ചു നിൽക്കുന്നുണ്ട്, ഇപ്പോഴും സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നുണ്ട് എന്ന് തന്നെയാണ് നമ്മളുടെ ഒരു ഫീലിംഗ്. പക്ഷെ എന്നിരുന്നാലും നമ്മൾ പുറകോട്ടേക്ക് നോക്കുമ്പോൾ ഇപ്പോഴും ഇന്ത്യന് ഒരു പാസ് മാർക്സ് മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ എന്നാണ് തോന്നുന്നത്. കാരണം നമ്മൾ ഒരുമിച്ച് ഒറ്റക്കെട്ടായി മുന്നോട്ടേക്ക് പോയിട്ടുണ്ടെങ്കിലും പലപ്പോഴും നമ്മളുടെ സാധാരണ ആൾക്കാർക്ക്, പാവപ്പെട്ടവർക്ക് നല്ലൊരു ജീവിത സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ നമ്മൾക്ക് ഇനിയും പറ്റിയിട്ടില്ല. നമ്മൾ എക്കണോമിക്കിലേക്ക് ഇപ്പോഴും ഒരു ലോവർ മിഡിൽ ഇൻകം കൺട്രിയാണ് എന്നൊക്കെയാണ് വേൾഡ് ബാങ്കിന്റെ ഡേറ്റ ഒക്കെ പറയുന്നത്. പലരും ഇപ്പോഴും പാവപ്പെട്ടവരായിട്ട് തന്നെ തുടരുകയാണ്. പലരും അവരുടെ ബേസിക് ഫെസിലിറ്റീസ്, വീട്, നല്ല കുടിവെള്ളം, ആൾക്കാരുടെ ഹെൽത്ത്, ഇതൊക്കെ ഇപ്പോഴും എൻഷുർ ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത്. അപ്പൊ ഇപ്പോഴും ഇന്ത്യക്ക് ഇനിയും കുറേയധികം വളരേണ്ട സാഹചര്യമുണ്ട്, കുറേയധികം ഡെവലപ്പ് ചെയ്യേണ്ട സാഹചര്യമുണ്ട്. അപ്പോൾ ഇനിയും മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇങ്ങനത്തെ കുറെ പ്രവൃത്തികളും കാര്യങ്ങളൊക്കെ ഇന്ത്യ ചെയ്യണം. എന്നിരുന്നാലേ നമ്മൾക്ക് നമ്മളുടെ ആ സ്വാതന്ത്ര്യത്തിന്റെ ശരിക്കുമുള്ള ഐഡിയൽസ് ആൾക്കാരിലേക്ക് എത്തിക്കാൻ പറ്റുള്ളൂ എന്നുള്ളതാണ് നമ്മളുടെ ഒക്കെ ഒരു ഫീലിംഗ്. അപ്പോൾ ഈ ഒരു എപ്പിസോഡിൽ നമ്മൾ അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചിട്ട് നമ്മൾക്ക് എനിക്കും സോനലിനും തോന്നുന്ന കുറച്ച് പബ്ലിക് പോളിസി ഐഡിയാസ് ഇന്ത്യ ഇനി ഫോളോ ചെയ്യണം ഭാവിയിൽ എന്നൊക്കെ വിചാരിക്കുന്ന നമ്മളുടെ കുറച്ച് ഡ്രീം പോളിസീസ് ഷെയർ ചെയ്യാം ഈ ഒരു എപ്പിസോഡിൽ എന്നാണ് നമ്മൾ വിചാരിച്ചത്. അപ്പോൾ അതാണ് ഈ ഒരു എപ്പിസോഡിന്റെ ഉദ്ദേശം. അപ്പോൾ സോനൽ, ആദ്യമായിട്ട് സോനലിന്റെ കുറച്ച് പബ്ലിക് പോളിസി ഐഡിയാസ് ഷെയർ ചെയ്യൂ. ഓക്കെ. അപ്പോ നേരത്തെ ആനന്ദ് പറഞ്ഞ പോലെ നമുക്ക് കുറെ വ്യത്യാസങ്ങളും കാര്യങ്ങളൊക്കെ ഇന്ത്യയിൽ വരാനുണ്ട്. തമാശ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമ്മളൊരു 200 വർഷം മുമ്പുള്ള ഒരാളെ, ഇന്ത്യയിൽ ജീവിച്ചിരുന്ന ഒരാളെ എടുത്തിട്ട് ഇന്ത്യ ഇപ്പൊ ഇന്ന് ഈ അവസ്ഥയിലാന്ന് പറയുകയാണെങ്കിൽ അയാൾ ഭയങ്കര അത്ഭുതപ്പെടും. നമ്മൾ ഇത്രയും ഡെവലപ്പ് ചെയ്തോന്ന് ഒരുപക്ഷെ തോന്നുന്നതാണ് എനിക്ക് തോന്നുന്നത്. പക്ഷേ നമ്മൾ ആ വ്യക്തിനെ ജപ്പാനിലോട്ടും സൗത്ത് കൊറിയയിലോട്ടും സിംഗപ്പൂരിലോട്ടും ഹോങ്കോങ്ങിലോട്ടും തായ്വാനിലോട്ടും ഈവൻ ചൈനയിലോട്ടൊക്കെ ഒന്ന് കൊണ്ടുപോയിട്ട് തിരിച്ച് ഇന്ത്യയിലോട്ട് കൊണ്ടുവന്ന പുള്ളി പറയും, അയ്യേ നിങ്ങൾ എന്താണ് കാണിക്കുന്നത്, നിങ്ങൾക്ക് ഇതിൽ കൂടുതൽ ചെയ്യാൻ പറ്റുമായിരുന്നല്ലോ എന്നൊരു പക്ഷേ പറയും. കാരണം നമ്മുടെ അതേ സ്റ്റേജിൽ 1947 ആ സമയത്തൊക്കെ ഉണ്ടായിരുന്ന കൺട്രീസ് ആയിരുന്നു ഇവര്. അവർ നമ്മളെക്കാട്ടും ഒത്തിരി ഗ്രോ ചെയ്തു. അപ്പൊ ആ ഒരു കോണ്ടെക്സ്റ്റിലാണ് നമ്മൾ ഒത്തിരി ഇമ്പ്രൂവ് ചെയ്യേണ്ട ആവശ്യമുണ്ടെന്ന് പറയുന്നത്. എങ്കിലും എനിക്ക് പുറകോട്ട് നോക്കുമ്പോൾ നമ്മൾ ഒത്തിരി പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. മുന്നോട്ട് എനിക്ക് ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. അപ്പം കുറച്ച് പോളിസി ഐഡിയാസ് ഷെയർ ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത്. ഞങ്ങളുടെ ഓർഗനൈസേഷന് വേണ്ടി എഴുതുന്ന ഒരു ബ്ലോഗ് ഉണ്ട് സബ്സ്റ്റാക്കിലുള്ള. നയദൃഷ്ടി എന്നാണ് അതിന്റെ പേര്. അപ്പൊ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റ് 15 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത ഒരു സംഭവമാണ്. എല്ലാ ഇൻഡിപെൻഡൻസ് ഡേക്ക് ഞങ്ങളൊരു എന്തൊക്കെയാണ് ഞങ്ങളുടെ ഡ്രീം പോളിസി റിഫോംസ് കുറച്ചൊരു 3-4 ഷെയർ ചെയ്യാമെന്നുള്ളത്. കഴിഞ്ഞ കൊല്ലം ഞങ്ങൾ കുറച്ച് ഷെയർ ചെയ്തു. അപ്പൊ ഈ കൊല്ലവും നമ്മൾ അങ്ങനെ ഒരു ഐഡിയ ഷെയർ ചെയ്തു. അപ്പൊ ഞങ്ങളുടെ ആർട്ടിക്കിളിന്റെ ലിങ്കും നമ്മൾ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. അപ്പൊ എനിക്ക് ഉള്ളത് ഇന്ത്യനെ പറ്റി എനിക്ക് ഒരെണ്ണമാണുള്ളത് മെയിൻ ആയിട്ട്. പല ഐഡിയാസ് നമുക്ക് പറയാം, കുറെ കാര്യങ്ങൾ പറയാം. പക്ഷെ എനിക്കിത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് തോന്നുന്ന ഒരു സംഭവം ഷെയർ ചെയ്യാന്നാണ് ഞാൻ വിചാരിച്ചത് ആദ്യം തന്നെ. അത് ഇന്ത്യയിലെ ജുഡീഷ്യൽ കപ്പാസിറ്റി ഇംപ്രൂവ് ചെയ്യാന്നുള്ളതാണ്. എന്താണ് ഈ ജുഡീഷ്യൽ കപ്പാസിറ്റി എന്നുള്ളത്, റൈറ്റ്? അപ്പം നമ്മളൊന്ന് നോക്കുകയാണെങ്കിൽ 2025 അവസാനത്തെ ഡേറ്റ് നമ്മൾ നോക്കുകയാണെങ്കിൽ
ഇന്ത്യയിലെ കോർട്ടുകളിൽ 54 മില്യൺ കേസുകൾ പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അതായത് ഏകദേശം 5.4 കോടി കേസുകൾ കോർട്ടുകളിൽ പെൻഡിംഗ് ആയിട്ട് കിടപ്പുണ്ട്. അതിനകത്ത് ഏകദേശം 96,000 സുപ്രീം കോർട്ടിലാണ്. 6 മില്യൺ അതായത് 60 ലക്ഷം കിടക്കുന്നത് ഹൈക്കോർട്ടുകളിലാണ്. ബാക്കി ഒരു 4.5 കോടി 5 കോടി കേസുകൾ പെൻഡിംഗ് ആയി കിടക്കുന്നത് നമ്മുടെ ഡിസ്ട്രിക്ട് കോർട്ടുകളിലും പിന്നെ അങ്ങനത്തെ സബോർഡിനേറ്റ് കോർട്ടുകളിലാണ്. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ടും അല്ലാത്ത കോർട്ടുകളിൽ. അപ്പം ഈയിടെ കുറച്ച് എക്സ്പേർട്സ് ഇതിനെയൊക്കെ ഒന്ന് വിശകലനം ചെയ്തിട്ട് അവരൊരു കാര്യം പറഞ്ഞിരുന്നു. പുതുതായിട്ട് കേസുകളൊന്നും വരുന്നില്ലെങ്കിലും അങ്ങനെ ഈ പെൻഡിംഗ് ഒക്കെ റിസോൾവ് ചെയ്യാൻ ഇന്ത്യക്ക് എത്ര കാലം എടുക്കും നോക്കിയപ്പോൾ ഏകദേശം ഒരു 300 വർഷം ഇന്ത്യക്ക് എടുക്കും ഈ കേസുകളൊക്കെ ഒന്ന് പെൻഡിംഗ് കേസുകളൊക്കെ ഒന്ന് തീർത്ത് വിടാൻ. റൈറ്റ്. അപ്പൊ ഇതൊന്നും കറക്റ്റ് എസ്റ്റിമേറ്റ് ആവണമെന്നില്ല. പലരും പല അഭിപ്രായങ്ങൾ പറയും. എങ്കിലും ഒരു നമ്പർ അത് തരിക. സുപ്രീം കോർട്ടിന്റെ കേസ് തന്നെ ആരോ പറഞ്ഞിരുന്നു. സുപ്രീം കോർട്ടിലെ കേസ് മാത്രം തീർക്കാൻ വെറും 90,000 കേസ് അവിടെയുള്ളൂ. അത് തീർക്കാൻ തന്നെ 1.5 വർഷം 2 വർഷം എടുക്കും പുതിയ കേസുകളൊന്നും വരുന്നില്ലെങ്കിൽ. അപ്പോ ഇതാണ് ഇന്ത്യയിലെ ജുഡീഷ്യറിയുടെ അവസ്ഥ. ഹൈക്കോർട്ട്, സുപ്രീം കോർട്ട്, ബാക്കിയുള്ള കോർട്ടുകളുടെ അവസ്ഥ. നമുക്കെല്ലാവർക്കും അറിയാം, ഞാൻ പല പോഡ്കാസ്റ്റിലും പറയാറുണ്ട്, നമ്മുടെ പരിചയത്തിലുള്ള ആരെങ്കിലും, നമ്മുടെ കുടുംബത്തിലുള്ള ആരുടെയെങ്കിലും ഒരു ഭൂമി ഏതെങ്കിലും കോർട്ടിൽ പെട്ട് കിടപ്പുണ്ടാവും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബിൽഡിംഗ് കിടപ്പുണ്ടാവും. അങ്ങനെ സംഭവങ്ങൾ സ്ഥിരമാണ് ഇന്ത്യയിൽ. ഇന്ത്യയിലെ പ്രിസണേഴ്സിനെ എടുക്കാൻ തുടങ്ങി, ക്രിമിനൽ കേസുകളിൽ പെട്ടിട്ടുള്ള പ്രിസണേഴ്സ്. അതിനകത്ത് ഏകദേശം 76% നമ്മുടെ പ്രിസണേഴ്സ്, പ്രസന്റിൽ അല്ലെങ്കിൽ ജയിലുകളിൽ കിടക്കുന്ന ആൾക്കാർ, അവർ അണ്ടർ ട്രയൽസ് ആണ്. അതായത് അവരുടെ കുറ്റം, അവർ കുറ്റക്കാരനാണോ അല്ലയോ എന്നുള്ള വിധി അവർക്ക് ഇതുവരെ വന്നിട്ടില്ല. റൈറ്റ്. അപ്പം അവര് പലരും, ചിലർക്ക് ചിലപ്പം ആ കുറ്റത്തിൽ അവർ ശിക്ഷിക്കപ്പെട്ടാൽ, അവരുടെ മേളിൽ ചാർത്തപ്പെട്ടിരിക്കുന്ന കുറ്റത്തിൽ അവർ ശിക്ഷിക്കപ്പെട്ടാൽ ഒരുപക്ഷെ അവർക്ക് 5 വർഷമാണ് തടവ് കിട്ടുക എന്ന് വിചാരിക്കുക. ഒരു ഉദാഹരണത്തിന് പലരും 7 8 വർഷം ഓൾറെഡി കോർട്ടുകൾ, ജയിലുകളിൽ കിടന്നു കഴിഞ്ഞു. അങ്ങനെയുള്ള അവസ്ഥയിലുള്ള കുറെ പേരുണ്ട്. അപ്പൊ 76% പേരും അണ്ടർ ട്രയൽസ് ആണ്. റൈറ്റ്. യുവാക്കളായവരും അല്ലാത്തവരൊക്കെ അണ്ടർ ട്രയൽസ് ആയിട്ട് കിടക്കുക. അപ്പം ഇതിന്റെ ഉള്ളിൽ തന്നെ ഒരു പ്രശ്നമുണ്ട്. ഇത് ചെയ്യുന്നത് തെറ്റാണ്, അല്ലെങ്കിൽ പലരുടെയും സമയവും അവരുടെ ജീവിതവും നശിപ്പിക്കുന്ന ഒരു സംഭവമാണ്. അല്ലാതെ ഇതുകൊണ്ട് എന്താണ് വേറൊരു ഇഷ്യൂ? നമ്മൾ വേറൊരു ഇഷ്യൂ ചിന്തിക്കുമ്പോൾ പലർക്കും നമ്മുടെ ഈ പബ്ലിക് ഇൻസ്റ്റിറ്റ്യൂഷൻസിനോടും നമ്മുടെ ഡെമോക്രാറ്റിക് സെറ്റപ്പിനോടും ഒക്കെ ഉള്ളൊരു ട്രസ്റ്റ്, അവരുടെ വിശ്വാസം നഷ്ടപ്പെടുന്ന ഒരു വലിയ പ്രശ്നമുണ്ട്. അപ്പൊ കോർട്ടുകളിൽ പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് പണി കിട്ടുന്ന പരിപാടിയാണ്, അല്ലെങ്കിൽ നമുക്കൊന്നും പറ്റിയ പരിപാടിയല്ല, അല്ലെങ്കിൽ ഇത് മുഴുവൻ നമ്മൾ തോൽക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിസ്റ്റമാണ്. അങ്ങനെ ഒരു ഡെമോക്രസിനുള്ള ട്രസ്റ്റ് ആൾക്കാർക്ക് നഷ്ടപ്പെടുകയാണ്. രണ്ടാമത്തെ ഒരു പ്രശ്നം, ഇതിന്റെ കൂടുതലും പ്രശ്നങ്ങൾ അനുഭവിക്കുന്നത് പാവപ്പെട്ടവരായ ആൾക്കാരാണ്. എന്റെ ഒരു ഭൂമി ഒരു കോടതിയിൽ കേസുമായിട്ട് കെട്ടിപ്പെട്ട് കിടക്കുകയാണെങ്കിൽ, ഒരു കാറോ അല്ലെങ്കിൽ എന്റെ ഒരു ബിൽഡിങ്ങോ കിടക്കുകയാണെങ്കിൽ എനിക്കത് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അത് എനിക്കുള്ള നഷ്ടമാണ്. റൈറ്റ്. കുറെ ഭൂമിയുള്ളവർക്ക് അത് പല ഭൂമികളിൽ ഒരു ചെറിയ ഭൂമിയായിരിക്കും. പക്ഷേ പാവപ്പെട്ട ആൾക്കാർക്ക് അത് അവരുടെ മെയിൻ തൊഴിൽ മാർഗമോ, അല്ലെങ്കിൽ ആ ഭൂമി ആ കേസിൽ നിന്ന് ഒഴിവാക്കി കിട്ടുകയാണെങ്കിൽ അവർക്ക് അതുകൊണ്ട് വലിയ ഗുണങ്ങളോ കാര്യങ്ങളോ ഒക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പം അത് കൂടാതെ തന്നെ ലീഗൽ ഫീസ്, കോർട്ടിൽ കയറി ഇറങ്ങാനുള്ള ഫീസ്, വക്കീൽമാർക്ക് കൊടുക്കുന്ന ഫീസ്, യാത്ര ചെയ്യാനുള്ള ഫീസ്, ഇങ്ങനെ പല കാര്യങ്ങളാലും പലരും പെട്ടുകിടക്കണം. അപ്പൊ ഇതിന്റെ പ്രശ്നങ്ങൾ കൂടുതലും അനുഭവിക്കുന്നത് താഴേക്കടയിലുള്ള ആൾക്കാർക്കാണ്. അടുത്തൊരു പ്രശ്നം, ഈ പല റിസോഴ്സുകളും, ഭൂമി തന്നെ ഏറ്റവും വലിയ ഉദാഹരണമാണ്, അല്ലാതെ പല റിസോഴ്സുകളും എക്കണോമിക് ഗ്രോത്തിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന് പകരം കോർട്ടിൽ ഡിലേ ആയി വന്ന് കിടക്കുകയാണെന്നുള്ളതാണ് വേറൊരു പ്രശ്നം. റൈറ്റ്. അപ്പം ഈ കോർട്ടിലെ കേസുകളൊക്കെ പെട്ടെന്ന് ഒരു അതിന്റെ സൊല്യൂഷനോ വരികയാണെങ്കിൽ കുറച്ചും കൂടെ നമ്മുടെ എക്കണോമിക്ക് ഗ്രോ ചെയ്യാനും കാര്യങ്ങൾക്കൊക്കെ ഇടയായി തീരാൻ സാധ്യതയുണ്ട്. ഇങ്ങനത്തെ പല പ്രശ്നങ്ങളും, ഈ കേസുകൾ ഇങ്ങനെ പെട്ടുകിടക്കുന്നതിലുള്ള പ്രോബ്ലംസ് ഉണ്ട്. റൈറ്റ്. അപ്പൊ ഇത് നമ്മൾ സോൾവ് ചെയ്യേണ്ടത് വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. റൈറ്റ്. ഇപ്പൊ ഒന്നാമതായിട്ട് നമ്മൾ ലോങ് ടേം സൊല്യൂഷൻ എന്ന് പറയുമ്പോൾ, ഈ നമ്മുടെ നിയമങ്ങൾ ഒത്തിരി കോംപ്ലക്സ് ആണ്, പ്ലസ് ഒത്തിരി നിയമങ്ങളുണ്ട് എന്നുള്ളതാണ് ഒരു മെയിൻ പ്രശ്നം. റൈറ്റ്. എല്ലാ കാര്യത്തിനും ഒരു നിയമമുണ്ട്. കാറിനകത്ത് നമ്മൾ സ്റ്റിക്കർ ഒട്ടിക്കുന്നതിന് നിയമം, വീടിനകത്ത് ഇത്ര ഡോർ വെക്കുന്നതിന് നിയമം, നമ്മുടെ ഹൈറ്റിന് നിയമം, വീതിക്ക് നിയമം, എല്ലാത്തിനും നിയമങ്ങളുണ്ട്. ഈ നിയമങ്ങളെല്ലാം കൂടെ കൂടുമ്പോൾ, നമ്മളിപ്പം പുതിയ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കണം എന്ന് ആൾക്കാർ പറയും. എന്റെ മനസ്സിലോട്ട് എപ്പോഴും പോകുന്നൊരു കാര്യം, ഒരു പുതിയ നിയമം കൊണ്ടുവരുമ്പോൾ അത് 1000 കേസുകളാണ് കോടതിയിലേക്ക് പോകുന്നത്. 1000 കേസുകൾ കോടതിയിലോട്ട് പോകുമ്പോൾ മുമ്പുള്ള കേസുകളാണ് അഡ്രസ് ചെയ്യപ്പെടാതെ പോകുന്നത്. അപ്പം ഈ പുതിയ നിയമങ്ങൾ ഉണ്ടാക്കുന്നത് ഇപ്പം ആൾക്കാർക്ക് നല്ലതല്ലേ, നമുക്ക് പുതിയ നിയമങ്ങൾ ഉണ്ടായിക്കൂടെ എന്ന് പറയുമ്പോൾ, അതെ, ഒരു സൈഡിൽ നല്ലതാണ്. ഞങ്ങളുടെ മുമ്പത്തെ ഒരു ട്രേഡ് ഓഫ് എപ്പിസോഡിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. ഒരു സൈഡിൽ നല്ലതാകുമ്പോൾ ഒരു ട്രേഡ് ഓഫ് എന്ന് പറയുകയാണെങ്കിൽ കേസുകൾ കോടതിയിൽ കൂടുന്നു എന്നുള്ള പ്രശ്നങ്ങളാണ് സംഭവിക്കുന്നത്. ലോസ് കുറച്ചും കൂടെ എളുപ്പമാക്കുക എന്നുള്ളതാണ് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം. പക്ഷെ അതല്ലാതെ നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു സൊല്യൂഷൻ എന്ന് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ജഡ്ജികളെ കുറച്ചും കൂടെ കൂട്ടുക എന്നുള്ളതാണ്. അപ്പൊ ഒന്നാമത് നമ്മുടെ ഹൈക്കോർട്ടിലും ഡിസ്ട്രിക്ട് കോർട്ടുകളിലും സുപ്രീം കോർട്ടുകളിലുള്ള ജഡ്ജികളുടെ നമ്പർ കൂട്ടുക. അതാണ് ഒന്നാമത് ചെയ്യാൻ പറ്റുന്നത്. ഇന്ത്യയിൽ ഇത് കൂട്ടുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഓൾറെഡി ഉള്ള ജഡ്ജികൾക്ക് സാങ്ഷൻ ആയിട്ടുള്ള സീറ്റുകൾ വേക്കന്റ് ആയി കിടക്കുകയാണ്. റൈറ്റ്. ഹൈക്കോർട്ടുകളിൽ നോക്കുകയാണെങ്കിൽ ഓൾമോസ്റ്റ് ഈയിടെ 2026 ജൂലൈയിൽ പാർലമെന്റിൽ ഒരു ഡേറ്റ ടേബിൾ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് അവർ പറഞ്ഞു ഓൾമോസ്റ്റ് 30% ഹൈക്കോർട്ടിലെ സാങ്ഷൻ ആയിട്ടുള്ള ജഡ്ജികളുടെ സീറ്റുകൾ വേക്കന്റ് ആണ്. ഓൾമോസ്റ്റ് 25% ഡിസ്ട്രിക്ട് കോർട്ടുകളിലെ വേക്കന്റ് ആണ്. കേരളം ഇതിനകത്ത് കുറച്ചും കൂടെ ബെറ്റർ ആണ്. പക്ഷെ കേരളത്തിലും വേക്കൻസികളുണ്ട്.
ഇത്രയും വേക്കന്റ് ആയ സീറ്റുകളാണ് കിടക്കുന്നത്. സുപ്രീം കോർട്ടിൽ റീസെന്റ്ലി ഈ പ്രശ്നം കുറച്ച് സോൾവ് ചെയ്തിരുന്നു. 34 സീറ്റുകളിൽ നിന്ന് 38 സീറ്റുകളിലേക്ക് സുപ്രീം കോർട്ടിലെ സൈസ് കൂട്ടി. ഓൾമോസ്റ്റ് 38 സീറ്റുകളിനകത്ത് 37 ജഡ്ജിമാരുണ്ട്. പക്ഷേ ഈ വേക്കൻസി ഉള്ള സീറ്റുകൾ നമുക്ക് റിസോൾവ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത് തന്നെ വലിയൊരു ചേഞ്ച് വരാനുള്ള സാധ്യതയുള്ള സംഭവമാണ്. അപ്പം ഇതിനെപ്പറ്റി കുറച്ച് സ്റ്റഡീസ് ഉണ്ട്. അതായത് ഒരു ജഡ്ജ് ഒരു ഡിസ്ട്രിക്ട് കോർട്ടിൽ വരികയാണെങ്കിൽ ഏകദേശം 200ഓളം കേസുകൾ അദ്ദേഹത്തിന് ഒരു വർഷം സോൾവ് ചെയ്യാൻ പറ്റും. റൈറ്റ്? അല്ലെങ്കിൽ പെൻഡിങ് കേസുകൾ അദ്ദേഹത്തിന് സോൾവ് ചെയ്യാൻ പറ്റും. അതായത് 10% പെൻഡൻസി അദ്ദേഹത്തിന് കുറയ്ക്കാൻ പറ്റും ഒരു കോർട്ടിലുള്ള. റൈറ്റ്? അതുകൂടാതെ ഒരു ജഡ്ജ് ഒരു ഡിസ്ട്രിക്റ്റിൽ വരുമ്പോൾ അപ്പൊ ഒരു പീരീഡ് ഓഫ് ടൈമിലേക്ക് ഒരു സ്റ്റഡി നടത്തിയിരുന്നു. അപ്പൊ ഒരു ജഡ്ജ് ഞങ്ങളത് ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. ഒരു ജഡ്ജ് ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് വരുമ്പോൾ ആ ഡിസ്ട്രിക്റ്റിലുള്ള എക്കണോമിക് ആക്ടിവിറ്റി കൂടുകയാണ്. ഈവൻ ബാങ്ക് ക്രെഡിറ്റ് വരെ ആ ഡിസ്ട്രിക്റ്റിൽ കൂടുന്നതിനെ പറ്റി ഒരു സ്റ്റഡി നടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഒരു ജഡ്ജ് അപ്പം പല രീതിയിലും ഗവൺമെന്റ് വേറൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല എക്കണോമിക് ഗ്രോത്ത് കൊണ്ടുവരാൻ. ഒരു ജഡ്ജിനെ ഒരു ഡിസ്ട്രിക്ട് കോർട്ടിലേക്ക് അലോട്ട് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ ആ പ്രോസസ്സ് ഫാസ്റ്റൻ ചെയ്താൽ തന്നെ പല രീതിയിൽ എക്കണോമിക് ഗ്രോത്ത് ഒരു ഡിസ്ട്രിക്റ്റിലേക്ക് കൊണ്ടുവരാൻ പറ്റും. സോ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു സംഭവമാണ് നമ്മുടെ ജഡ്ജസിന്റെ വേക്കൻസികൾ ഡീൽ ചെയ്യുക എന്നുള്ളത്. അതുകൂടാതെ നമ്മുടെ ലോസ് സിമ്പിളാക്കുക, അങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട്. പക്ഷേ എങ്ങനെയെങ്കിലും നമുക്ക് നമ്മുടെ ഈ പെൻഡൻസി ഓഫ് കേസുകൾ നമ്മുടെ കോർട്ടിൽ നമ്മൾ തീർക്കണം എന്നുണ്ട്. കാരണം ഇത് കൂടി ഒരു ടിപ്പിംഗ് പോയിന്റിൽ എത്തുമ്പോൾ ആൾക്കാർ വേണ്ട, മതി, നിർത്തി, ജുഡീഷ്യറിനെയൊക്കെ ചിലപ്പം എടുത്തെറിയുന്ന സംഭവം, ഇത് കത്തിക്കുന്ന പരിപാടിയിലോട്ടൊക്കെ ചിലപ്പോൾ പോകും. അപ്പം അങ്ങനെയൊന്നും വരരുത്. അതുകൊണ്ട് നമുക്ക് ഈ ഒരു സംഭവം നമ്മൾ അഡ്രസ് ചെയ്യേണ്ട ഒരു സംഭവമാണ്. സോ അതാണ് എന്റെ ഒരു ഡ്രീം പോളിസി റിഫോം. സോ അടുത്തൊരു വർഷത്തിൽ ഗവൺമെന്റ് ഇതിനെപ്പറ്റി, ആൾക്കാർ ഇതിനെപ്പറ്റിയും കൂടുതൽ സംസാരിക്കുകയും ചെയ്യുന്നതായിരിക്കും ഞാൻ കാണുന്ന ഒരു ഇമ്പോർട്ടന്റ് ആയ ഒരു കാര്യം. സോൺലി കേസിന്റെ പെൻഡൻസിനെ പറ്റി പറഞ്ഞപ്പോ ഞാൻ റീസെന്റ് ഒരു സംഭവം വായിക്കായിരുന്നു. അപ്പോ സോണിന് അറിയോന്നറിയില്ല, ഈ സണ്ണി ഡിയോളും കരിഷ്മ കപൂറും പണ്ടെന്തോ ഒരു സിനിമ ഷൂട്ടിങ്ങിന്റെ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഒരു ട്രെയിനിന്റെ ചെയിൻ വലിച്ചൊരു കേസ് ഉണ്ടായിരുന്നു. അത് 97ലാണ് ആ കേസ് ചാർജ് ചെയ്തത്. അതിന്റെ വിധി വന്നത് എപ്പോഴാണെന്ന് സോണിന് അറിയോ? ഇല്ല. 2019ലാണ്. അതായത് 22 വർഷം എടുത്തു ഇത്രയൊരു ചെറിയൊരു കാര്യത്തിന്റെ, ഇത്രയും സെലിബ്രിറ്റീസ് ആയിട്ടുള്ള ആൾക്കാർ ഒരു കേസ് തീർക്കാൻ വേണ്ടിട്ട് എന്ത് ചെയ്ത്. ഓക്കെ. അപ്പോ ഇൻട്രസ്റ്റിംഗ് ആയ കാര്യമാണ് ഈ നമ്മുടെ ജുഡീഷ്യറിന്റെ കേസുകളും കാര്യങ്ങളും ഒക്കെ. ഞങ്ങൾ അതിനെപ്പറ്റി ഇൻട്രസ്റ്റിംഗ് ആയിട്ട് വായിക്കാനുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. എനിവേ, അതാണ് എന്റെ സജഷൻ. ആനന്ദിന് എന്തൊക്കെയാണ് ആനന്ദിന്റെ ഡ്രീം പോളിസി റിഫോംസ്? ആദ്യമായിട്ട് സോണില് ഈ നിയമങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പോൾ ഇന്ത്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര കോംപ്ലിക്കേറ്റഡ് നിയമങ്ങളുടെ ഒരു രാജ്യം തന്നെയാണ്. ഒരുപാട് നിയമങ്ങളുണ്ട് നമ്മൾക്ക്, ചെറിയ കാര്യങ്ങൾ തൊട്ടിട്ട് വലിയ കാര്യങ്ങൾ വരെ കൺട്രോൾ ചെയ്യുന്നത്. നമ്മളിതിനെ പൊതുവെ റെഗുലേഷൻസ് എന്നൊക്കെയാണ് പറയുക, നിയന്ത്രണങ്ങൾ അല്ലെങ്കിൽ റൂൾസ് എന്നൊക്കെയാണ് അതിന്റെ പൊതുവെയുള്ള അർത്ഥം. ഞാനിതിനെപ്പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് വായിക്കായിരുന്നു. അപ്പോൾ എൻ്റെ ഈ പോളിസി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ നിയമങ്ങൾ കുറച്ചും കൂടി ലഘൂകരിക്കുക, സിംപ്ലിഫൈ ചെയ്യുക, അതിനുവേണ്ടി ഒരു കമ്മീഷൻ ഇന്ത്യ സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ്, ഒരു ഡീറെഗുലേഷൻ കമ്മീഷൻ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഈ നിയമങ്ങളുടെ കേസ് പറയുകയാണെങ്കിൽ നമ്മളിത് വേറൊരു എപ്പിസോഡിലും പറഞ്ഞിട്ടുണ്ടെന്ന് തോന്നുന്നുണ്ട്. അതായത് ഇത് ബോംബെയിൽ ഒരു റെസ്റ്റോറന്റ് നടത്തുന്ന ഒരാൾ പറഞ്ഞൊരു സിറ്റുവേഷൻ ആണ്. അതായത് ആളുടെ റെസ്റ്റോറന്റിൽ എക്സൈസുകാർ പറയുന്ന നിയമം ഈ റെസ്റ്റോറന്റിന് ഒരു വാതിലേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളതാണ്. എൻട്രി ചെയ്യുന്ന ഒരു വാതിൽ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ. കാരണം എന്തെങ്കിലും ഒരു പ്രശ്നമൊക്കെ വന്നു കഴിഞ്ഞാൽ ബാക്ക് ഡോറിൽ കൂടെ മദ്യം അവർ പുറത്തേക്ക് കൊണ്ടുപോകാതെ നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു ഡോർ മാത്രമേ ഉണ്ടാവാൻ പാടുള്ളൂ എന്നുള്ളൊരു നിയമമുണ്ട്. അതേസമയം ഫയർ ആൻഡ് സേഫ്റ്റി ഡിപ്പാർട്ട്മെന്റ് പറയുന്നത് എല്ലാ റെസ്റ്റോറന്റിനും 2 വാതിലുകൾ വേണം എന്നുള്ളതാണ്. അപ്പോ ഏതെങ്കിലും ഒരാളെ നമ്മൾക്ക് ഏതെങ്കിലും ഒരു നിയമം തെറ്റിക്കാതെ ഇന്ത്യയിൽ ഒരു ബാർ റെസ്റ്റോറന്റ് നടത്താൻ പറ്റില്ല എന്നൊക്കെയുള്ളതാണ് പുള്ളി പറയുന്നുണ്ടായിരുന്നത്. അപ്പോൾ നിയമങ്ങളുടെ സംവിധാനം എന്ന് പറയുന്നത് ഇങ്ങനെ കോമഡി ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ്. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റ് നടത്താൻ വേണ്ടിയിട്ടാണെങ്കിൽ ഒരു 20-30 ഇതേപോലത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോണിൽ പറയുന്നുണ്ടായിരുന്നു ഒരു മെഡിക്കൽ ഷോപ്പ് നടത്താൻ വേണ്ടിയിട്ട് സോണിന്റെ പാരന്റ്സിന് കുറെ നിയമങ്ങൾ ഫോളോ ചെയ്യണമെന്ന്. എത്ര നിയമങ്ങളായിരുന്നു സോണിൽ പറഞ്ഞിരുന്നത്? അപ്പൊ ഇതൊരു ഇൻട്രസ്റ്റിംഗ് ആയ സംഭവമാണ്. എന്റെ പേരൻസ് മെഡിക്കൽ ഷോപ്പ് നടത്തുന്നവരാണ് വയനാട്ടില്. ഇലക്ഷന്റെ സമയത്ത് റീസെന്റ്ലി ആൾക്കാർ ഇങ്ങനെ സർവേ ചെയ്യാൻ വരുന്നുണ്ടെന്ന് കേട്ടു. അപ്പൊ ഇത് ഇലക്ഷൻ സർവേ ആണ് ബേസിക്കലി സംഭവം. അപ്പൊ എന്റെ ഫാദർ വിചാരിച്ചു ഇതിങ്ങനെ പോളിസി സജഷൻസ് ഒക്കെ അവർ ചോദിക്കാൻ വേണ്ടി വരുന്നതാണെന്നാണ് ഫാദർ മനസ്സിലാക്കിയെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അദ്ദേഹം ഇങ്ങനെ എന്തൊക്കെയാണ് ഒരു മെഡിക്കൽ ഷോപ്പ് ഓണർ നേരിടുന്ന പ്രശ്നങ്ങൾ എന്നുള്ളത് പുള്ളി ഇങ്ങനെ എഴുതി വെച്ചു. അപ്പം എന്നിട്ട് പുള്ളി എന്നോട് ഇത് സംസാരിച്ചു. അപ്പം പുള്ളി എനിക്ക് എഴുതന്നിരുന്ന പേപ്പർ എനിക്ക് കാണിച്ചു തന്നിരുന്നു. റൈറ്റ്? അപ്പൊ അതിനകത്ത് പുള്ളി ഒരു മെഡിക്കൽ ഷോപ്പ് നടത്താൻ, ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പാണ്, ഒരു ചെറിയ ടൗണിൽ ഉള്ള മെഡിക്കൽ ഷോപ്പ് നടത്താൻ എന്തൊക്കെയാണ് സംഭവങ്ങളുള്ളതെന്ന് ഇങ്ങനെ കാണിച്ചു. ഞാനൊന്ന് വായിക്കാം. 1 ബിൽഡിംഗ് ടാക്സ്, 2 പഞ്ചായത്ത് ലൈസൻസ് കട നടത്താൻ, അടുത്ത തൊഴിൽ നികുതി, അതായത് വർക്ക് ചെയ്യുന്നവർക്ക് കൊടുക്കേണ്ട നികുതി, GST, ഇൻകം ടാക്സ്, ഡ്രഗ് ലൈസൻസ്, ലേബർ ലൈസൻസ്, തൊഴിൽ കാർഡ്, ഭക്ഷ്യസുരക്ഷാ കാർഡ്, അതായത് അതിനകത്ത് ഹോർലിക്സ് ഒക്കെ വെക്കുന്നതുകൊണ്ട് ഭക്ഷ്യസുരക്ഷാ കാർഡാണ്. അപ്പം അതിൽ വെക്കുന്നുണ്ട് ഞങ്ങൾ മരുന്ന് വെക്കുന്നവരെ ഭക്ഷ്യസുരക്ഷാ കാർഡ് എടുക്കുന്നത്. ഹരിതകർമ്മ സേനയ്ക്ക് പൈസ കൊടുക്കണം, റൂം റെന്റ് കൊടുക്കണം, കറണ്ട് ബില്ല് കൊടുക്കണം, ഫോൺ ബില്ല് കൊടുക്കണം,
അപ്പം എന്റെ ഫാദർ ഈ ധർമ്മം ചോദിക്കാൻ വരുന്നവർ അതും എഴുതിയിട്ടുണ്ട്. അപ്പൊ അങ്ങനെ കുറെ സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. അപ്പം ഒരു ഉം. കട നടക്കുന്ന ആൾക്ക് പിന്നെ പിരിവ്, പാർട്ടി പിരിവ് അതെല്ലാം ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. അപ്പൊ ഒരാൾ നേരിടുന്ന കുറെ നൂലാമാലകളാണ് പുള്ളി അതിനകത്ത് നോട്ട് ചെയ്തിരുന്നത്. അപ്പൊ ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പ് നടത്തണമെങ്കിൽ ഒരു ഇത്ര അധികം കോംപ്ലിക്കേറ്റഡ് റൂൾസും കുറെ അധികം നിയമങ്ങളും ഒക്കെ ഫോളോ ചെയ്താലേ നടത്താൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ആണ്. ഇതിൽ എനിക്ക് ഇൻട്രസ്റ്റിംഗ്ലി തോന്നിയത് ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞൊരു എക്കണോമിസ്റ്റ് ഉണ്ട്. അപ്പൊ പുള്ളിക്കാരി ഒരു പോഡ്കാസ്റ്റിൽ പറഞ്ഞത് ഇത്ര അധികം നിയമങ്ങൾ ഉണ്ടാവുമ്പോൾ ഈ സിസ്റ്റത്തിൽ ഏറ്റവും മോശം ചെയ്യാൻ പറ്റുന്ന ആള് ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു ഓണസ്റ്റ് ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണ് എന്നുള്ളതാണ് പുള്ളിക്കാരി പറയുന്നത്. അതായത് സത്യസന്ധനായിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥനാണെങ്കിൽ അയാൾക്കാണ് ഏറ്റവും അധികം പ്രശ്നം ചെയ്യാൻ പറ്റുക. കാരണം കൃത്യമായിട്ട് ഇതൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇന്ത്യയിൽ. കുറച്ചൊക്കെ കറപ്ഷനും കാര്യങ്ങളൊക്കെ നടക്കുന്നത് കൊണ്ടാണ് ഇന്ത്യയിൽ കുറച്ചെങ്കിലും ബിസിനസ്സുകൾ നടക്കുന്നത് എന്നൊക്കെയുള്ളതാണ് ശ്രുതി രാജഗോപാലിനൊക്കെ പറയുന്നത്. അപ്പോ ഇങ്ങനത്തെ നിയമങ്ങളൊക്കെ വരുമ്പോൾ എന്തൊക്കെയാണ് പ്രശ്നം എന്നൊക്കെയുള്ളത് റിച്ചാർഡ് എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ ഒരു അമേരിക്കൻ ലീഗൽ എക്സ്പേർട്ട് യുഎസിന്റെ സിറ്റുവേഷനിൽ പറഞ്ഞിട്ടുണ്ട്. അതൊക്കെ ഇന്ത്യയിലും ആപ്ലിക്കബിൾ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. പുള്ളിക്കാരൻ 3 തരത്തിലുള്ള കോസ്റ്റുകളാണ്, പ്രശ്നങ്ങളാണ് ഇത് കാരണം ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. അതിലുള്ള ആദ്യത്തേതെന്ന് വെച്ച് കഴിഞ്ഞാൽ പ്രൈവറ്റ് കോസ്റ്റ് ഓഫ് കംപ്ലയൻസ് എന്നുള്ളതാണ് പുള്ളി പറയുന്നത്. അതായത് ഇങ്ങനത്തെ ഒരു കട നടത്തണമെങ്കിൽ ഇത്ര അധികം നിയമങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഫോളോ ചെയ്യാൻ എന്ന് പറയുന്നത് തന്നെ ഭയങ്കര ഒരു ഡിഫിക്കൽട്ട് ടാസ്ക് ആണ്. അതിന് ചിലപ്പോൾ ഒരാളെ നിർത്തേണ്ടി വരും ഈ നിയമങ്ങളൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്, ഇതൊക്കെ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഓരോ ബിസിനസ്സുകാരനും അല്ലെങ്കിൽ ഓരോ കട നടത്തുന്ന ആളും ഇതൊക്കെ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് തന്നെ ഒരു കോസ്റ്റ് ആണ്. അയാൾ കുറെ അധികം പൈസ അതിലിടേണ്ടി വരും ഈ നിയമങ്ങളൊക്കെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട്, ഈ ലൈസൻസുകളൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അങ്ങനത്തെ ഒരു കേസുണ്ട്. രണ്ടാമത്തെ കേസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പബ്ലിക് കോസ്റ്റ് ഉണ്ട്. കാരണം ഇത്രയധികം ലൈസൻസുകളും ഇത്രയധികം പെർമിറ്റുകളൊക്കെ വേണമെങ്കിൽ ഇതൊക്കെ ഓരോ കടക്കും ഉണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് കുറെ അധികം ആൾക്കാരെ ഗവൺമെന്റ് നിയമിക്കേണ്ടി വരും. കുറെ ഇൻസ്പെക്ടർമാര്, സോനിൽ പറഞ്ഞ പോലെ ഇപ്പൊ ഫുഡ് സേഫ്റ്റിയുടെ ഒരാൾ വന്നിട്ട് ഇൻസ്പെക്ട് ചെയ്യേണ്ടി വരും. ബിൽഡിങ്ങിന്റെ വേറെ സംഭവങ്ങളൊക്കെ സേഫ്റ്റി മെഷേഴ്സ് ഒക്കെ കറക്റ്റ് ആണോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരാൾ വരേണ്ടി വരും. ടാക്സ് ഒക്കെ കറക്റ്റ് ആയിട്ട് അടക്കുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട് വേറൊരു ഇൻസ്പെക്ടർ വരേണ്ടി വരും. ഇവരൊക്കെ ഗവൺമെന്റ് വെക്കുന്നത് ടാക്സ് പേയേഴ്സിന്റെ പൈസ കൊടുത്തിട്ടാണ്. അപ്പൊ അത്രയധികം ഒരു ടാക്സ് ബർഡനും കൂടി ഉണ്ടാവുന്നുണ്ട്. കുറെ അധികം റൂൾസ് ഉണ്ടാവുമ്പോൾ അതൊക്കെ എൻഫോഴ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് കുറെ ആൾക്കാർ ആവശ്യമുള്ളപ്പോൾ. മൂന്നാമത്തെ ഒരു കോസ്റ്റ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു അൺസർട്ടനിറ്റി കാരണം പല ബിസിനസ്സുകളും വരില്ല എന്നൊക്കെയുള്ളതാണ് പുള്ളി പറയുന്നത്. കാരണം കോംപ്ലിക്കേറ്റഡ് റൂൾസ് ഒക്കെയാണ് ഒരു രാജ്യത്തുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ എന്തിനു ബിസിനസ് ചെയ്യണം, പൈസക്കാരൊക്കെ ആണെങ്കിൽ ചിലപ്പോൾ അവർക്ക് ദുബായിൽ പോയിട്ടോ വേറെ ഏതെങ്കിലും രാജ്യത്തിൽ പോയിട്ടോ ബിസിനസ് ചെയ്താൽ പോരെ എന്നൊക്കെ അവർ വിചാരിക്കും. അപ്പൊ പല ബിസിനസ്സുകളും ഇന്ത്യയിൽ വരാത്തത് കൊണ്ടുള്ള ഒരു നഷ്ടം ഇന്ത്യക്ക് ഉണ്ടാവും എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ ഇത് മൂന്നും പുള്ളി യുഎസിന്റെ കേസിൽ വെച്ചിട്ടാണ് പറഞ്ഞത്. അപ്പോൾ ഇതൊക്കെ ആക്ച്വലി ഈ ശ്രുതി രാജഗോപാൽ എന്ന് പറഞ്ഞ എക്കണോമിസ്റ്റും അലക്സ് ടാബറോപ്പ് എന്ന് പറഞ്ഞ വേറൊരു എക്കണോമിസ്റ്റും കൂടിയിട്ട് വേറൊരു പേപ്പർ ഇതിനെപ്പറ്റി എഴുതിയിട്ടുണ്ടായിരുന്നു, സിമ്പിൾ റൂൾസ് ഫോർ ദ ഡെവലപ്പിംഗ് വേൾഡ് എന്ന് പറഞ്ഞ വളരെ ഒരു ഇൻട്രസ്റ്റിംഗ് പേപ്പറാണ്. ഞാനത് ഷോ നോട്ട്സിൽ ഷെയർ ചെയ്യാം. അതിൽ അവർ പറയുന്നത് ഈ എപ്സ്റ്റീൻ എന്ന് പറഞ്ഞ പുള്ളി യുഎസിന്റെ കേസ് വെച്ചിട്ടാണ് ഇതൊക്കെ പറഞ്ഞത്. ഇന്ത്യ പോലത്തെ ഡെവലപ്പിംഗ് രാജ്യത്ത് ഇത് കൂടുതൽ പ്രശ്നകരമാണ് എന്നാണ് ഇവർ പറയുന്നത്. കാരണം ഒന്നാമത് സോനൽ നേരത്തെ പറഞ്ഞതുപോലെ ഇന്ത്യയുടെ സ്റ്റേറ്റ് കപ്പാസിറ്റി വളരെ കുറവാണ്. അതായത് സ്റ്റേറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത് ഈ നിയമങ്ങളൊക്കെ കൃത്യമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്നൊക്കെ എൻഷുർ ചെയ്യുന്ന ഒരു സിസ്റ്റം ഉണ്ടല്ലോ ഗവൺമെന്റ് ഉണ്ടാക്കുന്നത്. ആ സിസ്റ്റത്തിന്റെ സ്ട്രെങ്ത് വളരെ കുറവാണ്, സ്റ്റേറ്റ് കപ്പാസിറ്റി വളരെ കുറവാണ് എന്നൊക്കെ ഉള്ളതാണ് പറയുന്നത്. നമുക്ക് ആവശ്യത്തിനധികം ഉദ്യോഗസ്ഥരില്ല. ഇപ്പൊ സോനൽ പറഞ്ഞതുപോലെ കോടതിയിൽ വേണ്ടത്ര ജഡ്ജസ് ഇല്ല എന്നൊക്കെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പൊ ഇന്ത്യക്ക് പലപ്പോഴും ഇതൊക്കെ എൻഷുർ ചെയ്യാൻ പറ്റുന്നില്ല, ഈ നിയമങ്ങൾ കൃത്യമായിട്ട് ആൾക്കാർ ഫോളോ ചെയ്യുന്നുണ്ടോ എന്ന്, സ്റ്റേറ്റ് കപ്പാസിറ്റി കുറവായതുകൊണ്ട്. ആക്ച്വലി ഇൻട്രസ്റ്റിംഗ്ലി ആ ഒരു പേപ്പറിൽ ഞാനൊരു ചാർട്ടും കണ്ടിട്ടുണ്ടായിരുന്നു, അത് ഞാൻ ഷെയർ ചെയ്യാന്ന് വിചാരിച്ചു. ഈ ചാർട്ടിൽ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇതിൽ ലെഫ്റ്റ് സൈഡിലേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൂടുതൽ കോംപ്ലക്സ് നിയമങ്ങളുള്ള രാജ്യങ്ങളാണ്. റൈറ്റ് സൈഡിലേക്ക് പോകുന്തോറും നിയമങ്ങൾ സിംപ്ലിഫൈ ആവുന്ന രാജ്യങ്ങളാണ്. മുകളിലേക്കുള്ള രാജ്യങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈ സ്റ്റേറ്റ് കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളാണ്, താഴേക്കുള്ളത് ലോ സ്റ്റേറ്റ് കപ്പാസിറ്റി ഉള്ള രാജ്യങ്ങളാണ്. ഇതിൽ കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ലോ സ്റ്റേറ്റ് കപ്പാസിറ്റി ആണെങ്കിലും ഇന്ത്യയുടെ റൂൾസ് യുഎസിനെയും ജർമ്മനിനെക്കാളും കോംപ്ലക്സ് ആണ്. ഇപ്പൊ നമ്മൾ അത്രയും കോംപ്ലിക്കേറ്റഡ് റൂൾസ് ആണ് ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുള്ളത്. ആൾക്കാർക്ക് ബിസിനസ്സുകൾ നടത്താൻ പാടാണ്, ആൾക്കാർക്ക് സ്വയമായിട്ട് ഓരോ കാര്യം ചെയ്യാൻ, സ്റ്റാർട്ടപ്പുകൾ തുടങ്ങാൻ പാടാണ്. അങ്ങനത്തെ ഒക്കെ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടാവുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പോ എന്റെ ഒരു ഡ്രീം പോളിസി ആയിട്ട് വിചാരിക്കുന്നത് ഇങ്ങനത്തെ നിയമങ്ങൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുന്ന ഒരു കമ്മീഷൻ ഇതിനെപ്പറ്റി തന്നെ പഠിച്ചിട്ട് എന്തൊക്കെ നിയമങ്ങൾ നമുക്ക് സിംപ്ലിഫൈ ചെയ്യാം. ഇപ്പോ സോനിൽ പറഞ്ഞതുപോലെ കടയുടെ ലൈസൻസുകൾ ഇങ്ങനത്തെ ഒരു 5-6 ലൈസൻസുകൾക്ക് പകരം ചുരുക്കിയിട്ട് 1-2 ലൈസൻസുകൾ ആക്കാൻ പറ്റുമോ എന്നൊക്കെയുള്ളത് നോക്കാൻ വേണ്ടിയിട്ട് ഒരു കമ്മീഷൻ സ്റ്റാർട്ട് ചെയ്യുക എന്നൊക്കെയുള്ളതാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ നിയമങ്ങൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ സോനിലെ തുടക്കത്തിൽ പറഞ്ഞതുപോലെ കോടതികളുടെ സിസ്റ്റവും ഒക്കെ ചിലപ്പോൾ നമുക്ക് ഈസി ചെയ്യാൻ പറ്റും, കേസുകൾ അത്രയും വരില്ല എന്നൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉണ്ട്. എനിക്ക് ഈ നിയമങ്ങൾ സിംപ്ലിഫൈ ചെയ്യുന്ന കാര്യം പറയുമ്പോൾ എനിക്ക് പലപ്പോഴും തോന്നുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെയും ഈ നിയമങ്ങൾ കോംപ്ലക്സ് ആവും തോറും അതും ഈ പാവപ്പെട്ട ആൾക്കാരെയാണ് കൂടുതൽ അഫക്ട് ചെയ്യുന്നത്, റൈറ്റ്? അതായത് ഈ കട നടത്തുന്ന ആൾക്കാരെ ചിന്തിക്കുക, റൈറ്റ്? ഒരു ചെറിയ മെഡിക്കൽ ഷോപ്പ് ഓണർ, ഒരു ചെറിയൊരു റെസ്റ്റോറന്റ് ഓണർ, ഇവർക്കാണ് എപ്പോഴും കൂടുതൽ ബുദ്ധിമുട്ട്.
ഒരു ഉം. കട നടത്താൻ വേണ്ടിയും, അല്ലെങ്കിൽ ഈ നിയമങ്ങളെല്ലാം പാലിക്കാനും വേണ്ടി. കുറച്ച് വലിയ ടീംസൊക്കെ അവര് കൈക്കൂലി കൊടുത്തോ, അല്ലെങ്കിൽ അവരുടെ പൈസ മുടക്കി നല്ല രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്തോ, അല്ലെങ്കിൽ അവർക്ക് ഈ പെർമിഷനൊക്കെ എടുക്കാൻ വേണ്ടി ഒരു അസിസ്റ്റന്റിനെ വെച്ചോ, ഒക്കെ അവർക്ക് കാര്യങ്ങൾ നടത്താം. ഇനി വലിയ ബിസിനസ്സുകാരെല്ലാം കൈക്കൂലി കൊടുക്കുന്നവരാന്ന് ഞാൻ പറയല്ല. പക്ഷെ അവർക്ക് കൂടുതൽ സ്റ്റാഫിനെയൊക്കെ വെച്ച് ഈ പ്രോബ്ലം സോൾവ് ചെയ്യാൻ പറ്റും. ഉം. GST ഫയൽ ചെയ്യാൻ ഒരാള്, ഇൻകം ടാക്സ് ഫയൽ ചെയ്യാൻ ഒരാള്, എല്ലാത്തിനും ആൾക്കാർ. അതേസമയം ചെറിയ കടക്കാർക്ക് ഇതിനെല്ലാം 1 2 പേരേ ഉള്ളൂ. ഇവരെല്ലാത്തിനും ഇതിന് ഓടണം. അപ്പൊ നമ്മൾ ഈ ബൂർഷ്വാസികളെ ഉപദ്രവിക്കാൻ വേണ്ടി നമ്മൾ നിയമങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ പാവപ്പെട്ട കടക്കാരും ഉം. ചായക്കടക്കാരും ഒക്കെയാണ് ബുദ്ധിമുട്ടുന്നത്. നമ്മൾ റീസെന്റ്ലി ബാംഗ്ലൂര് സ്ട്രീറ്റ്സ് എല്ലാം വൃത്തിയാക്കാൻ വേണ്ടി അവിടുത്തെ സ്ട്രീറ്റ് വെൻഡേഴ്സിനെ ഒഴിവാക്കിയെന്ന് പറഞ്ഞ പോലെ, ഉം. അതായത് നമുക്കൊക്കെ നല്ല കണ്ണില് കാഴ്ചയുള്ള നല്ല സ്ട്രീറ്റ്സ് കിട്ടാൻ വേണ്ടി അവിടുത്തെ പാവപ്പെട്ട സ്ട്രീറ്റ് വെൻഡേഴ്സിനെ നമ്മൾ ഒഴിവാക്കാന്ന് പറഞ്ഞ പോലെ, നമ്മൾ ഈ പല പോളിസീസും കൊണ്ടുവരുമ്പോൾ പലരും നല്ല ഉദ്ദേശത്തോടെയൊക്കെയാണ് ഇത് ചെയ്യുന്നതെങ്കിലും, എക്സ്പ്ലോയിറ്റേഷൻ തടയാനൊക്കെയാണ് ചെയ്യുന്നതെങ്കിലും, ഇത് അഫക്ട് ചെയ്യുന്നത് കൂടുതലും താഴേക്കിടയിലുള്ള ബിസിനസ്സുകാരെയും അതുപോലത്തെ ആൾക്കാരെയാണെന്നുള്ളതാണ് ഇതിനകത്തൊരു വേറെ പ്രോബ്ലം. ഓക്കെ. ആനന്ദേ, നിനക്ക് എനിക്ക് തോന്നുന്നു വേറൊരു പോളിസി സജഷനും കൂടെ ഉണ്ടായിരുന്നു ഇന്ത്യനെ പറ്റി പറയാനുള്ളതെന്ന് എനിക്ക് തോന്നുന്നു. ഈ രണ്ടാമത്തെ പോളിസി എന്ന് പറയുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും കേൾക്കുന്നവർക്ക് അറിയാൻ തോന്നുന്നുണ്ട്. ഞാൻ സിറ്റികളെ പറ്റിയിട്ട് വളരെയധികം സംസാരിക്കുന്ന ഒരാളാണ്, നഗരങ്ങളെ പറ്റിയിട്ടൊക്കെ. അപ്പോൾ ഇതിനെ പറ്റിയിട്ട് തന്നെയുള്ള ഒരു പോളിസിയാണ് എനിക്ക് രണ്ടാമതായിട്ട് പറയാനുള്ളത്. അതായത് സിറ്റിയുടെ ഗവേണൻസ് സിസ്റ്റം നമ്മളൊന്ന് കറക്റ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്, റിഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്നൊക്കെയുള്ളതാണ് ഈ ഒരു പോയിന്റ്. ഞാൻ എന്താണെന്നുള്ളത് പറയാം. ഈ ഒരു സംഭവത്തിലേക്ക് ഞാൻ എത്തിയത് ആക്ച്വലി വേൾഡ് ബാങ്കിന്റെ ഒരു സ്റ്റഡി പറയുന്നത് 2036 ആവുമ്പോഴേക്കും 40% ഇന്ത്യക്കാരും സിറ്റികളിലാണ് ജീവിക്കുക എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു സ്റ്റഡി അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ഉം. ഓൾമോസ്റ്റ് ഹാഫ് ദ പോപ്പുലേഷൻ ഒക്കെ സിറ്റികളിലായിരിക്കും ഉണ്ടാവുക. ഏകദേശം 60 കോടി ജനങ്ങൾ സിറ്റികളിൽ ജീവിക്കുന്ന ഒരു സാഹചര്യമാണ് ഇനി ഒരു 10 കൊല്ലത്തിനുള്ളിൽ സംഭവിക്കുന്നത്. പക്ഷേ ഓക്കെ. നമ്മളുടെ സിറ്റികൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾക്കറിയാം, നമ്മളുടെ സിറ്റികളൊന്നും തീരെ കേപ്പബിൾ അല്ല ഇത്രയധികം ആൾക്കാരെ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എന്നുള്ളത് വ്യക്തമാണ്. ഇപ്പോൾ ഞാൻ ബാംഗ്ലൂരാണ് നിൽക്കുന്നത്. അപ്പൊ ബാംഗ്ലൂരിന്റെ സിറ്റുവേഷൻ നോക്കിക്കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. ബാംഗ്ലൂരിൽ ഒരു 1.5 കോടിയോളം ആൾക്കാരാണ് ഇപ്പോൾ ജീവിക്കുന്നത്. പക്ഷേ ഇവർക്കൊക്കെ വേണ്ട ഹൗസിംഗ് പ്രൊവൈഡ് ചെയ്യുക, ഡ്രിങ്കിങ് വാട്ടർ ഫെസിലിറ്റീസ് പ്രൊവൈഡ് ചെയ്യുക, വേസ്റ്റ് മാനേജ്മെന്റ് സർവീസ് പ്രൊവൈഡ് ചെയ്യുക, ഇതൊന്നും സിറ്റി ഗവൺമെന്റിനോ ഒന്നും പറ്റുന്നില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. അപ്പോൾ ഇതൊന്ന് റിഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഈ ഗവർണൻസ് സിസ്റ്റം റിഫോം ചെയ്യേണ്ട ആവശ്യമുണ്ട്. ഇത്രയധികം ആൾക്കാർ സിറ്റികളിലേക്കാണ് മൂവ് ചെയ്യാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ സിറ്റീസ് കുറച്ചും കൂടി സ്ട്രോങ്ങർ ആവേണ്ട ആവശ്യമുണ്ട്. അപ്പൊ ആദ്യമായിട്ട് എനിക്ക് പറയാനുള്ള ഒരു സംഭവം, നമ്മളുടെ സിറ്റികൾ പലപ്പോഴും ഗവേൺ ചെയ്യുന്നുണ്ടോ എന്നുള്ളത് തന്നെ സംശയമാണ്. കാരണം ഇപ്പൊ ബാംഗ്ലൂർ എടുത്തു കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ അവസാനമായിട്ട് ഒരു ലോക്കൽ ബോഡി ഇലക്ഷൻ, കോർപ്പറേഷനിലേക്കുള്ള ഒരു ഇലക്ഷൻ നടന്നത് 2015-ലാണ്. അപ്പൊ അന്ന് ഉം. എലക്ടഡ് ആയവരുടെയൊക്കെ ടേം 2020 ആകുമ്പോഴേക്കും കഴിഞ്ഞു. ഇപ്പൊ എലക്ടഡ് ആയിട്ടുള്ള ആരും കോർപ്പറേഷനിലില്ല. എല്ലാവരും കുറെ ബ്യൂറോക്രാറ്റ്സ് മാത്രമാണ്, IAS ഓഫീസേഴ്സ് മാത്രമാണ്. സ്റ്റേറ്റ് ഗവൺമെന്റ് ആണ് ഉം. കുറച്ചധികം കൺട്രോൾ ചെയ്യുന്നത് ബാംഗ്ലൂർ എങ്ങനെ നിൽക്കണം എന്നൊക്കെ ഉള്ളത്. പക്ഷേ ഈ സ്റ്റേറ്റ് ഗവൺമെന്റിന്റെ ഇൻസെന്റീവ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് പരമാവധി പൈസ എടുക്കുക, ഇവിടെ ബിസിനസ്സുകൾ വരുമ്പോൾ ടാക്സ് ഒക്കെ എടുത്തിട്ട് പൈസ ഉണ്ടാക്കുക, അത് അവരുടെ വോട്ട് ബാങ്കുള്ള സ്ഥലങ്ങളിൽ പോയിട്ട് എന്തെങ്കിലും സർവീസ് ചെയ്യുന്നതൊക്കെ ആയിട്ട് കാണിക്കുക എന്നൊക്കെ ഉള്ളതാണ്. അപ്പൊ പലപ്പോഴും ബാംഗ്ലൂരിന് വേണ്ട കാര്യങ്ങളൊന്നും ബാംഗ്ലൂരിന്റെ പൈസനെ കൊണ്ട് ചെയ്യുന്നില്ല എന്നൊക്കെയുള്ളൊരു അവസ്ഥയുണ്ട്. ഈ പലപ്പോഴും സിറ്റി ആരാണ് ഭരിക്കുന്നത് എന്നുള്ളൊരു സിറ്റുവേഷൻ നമുക്ക് ഇല്ല എന്നുള്ളത് വ്യക്തമാണ്. ഈ സ്റ്റേറ്റ് ഗവൺമെന്റ്സ് ആണ് മിക്കവാറും എല്ലാ സിറ്റിയും കൺട്രോൾ ചെയ്യുന്നത്. ഇനി അഥവാ ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെങ്കിൽ തന്നെ നമ്മൾക്ക് എത്ര കണ്ട് അവർക്ക് പവർ ഉണ്ട് എന്നൊക്കെ ഉള്ളത് വേറൊരു ചോദ്യമാണ്. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആയിട്ട് എനിക്ക് തോന്നുന്നത്, നമ്മൾ കുറച്ചു കാലം മുന്നേ ന്യൂയോർക്കിൽ ഒരു മേയർ ഇലക്ഷൻ എല്ലാവരും കണ്ടിരുന്നു. സോറാൻ മംദാനി എന്ന് പറഞ്ഞ ഒരാളാണ് ന്യൂയോർക്കിലെ മേയർ എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷേ നമ്മളുടെ സിറ്റിയുടെ മേയർ, നമ്മളുടെ അടുത്തുള്ള ഒരു സിറ്റിയുടെ മേയർ ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ ഒരു ഐഡിയ ഉണ്ടാവില്ല ആരാണ് മേയർ എന്നുള്ളത്. കാരണം നമ്മളുടെ മേയർ ഓക്കെ. അത്ര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല, അത്ര പവർഫുൾ ഉം. ആയിട്ടുള്ള ഒരു വ്യക്തിയല്ല എന്നൊക്കെ ഉള്ളതാണ് കാര്യം. ഇപ്പോ ന്യൂയോർക്കിലെ മേയറായ സോറാൻ മംദാനിക്ക് ചിലപ്പോൾ ന്യൂയോർക്കിന് വേണ്ട പോളിസീസും വേണ്ട കാര്യങ്ങളൊക്കെ കൊണ്ടുവരേണ്ട ഒരു പവർ ഉണ്ടാവും. പക്ഷെ ഇപ്പോൾ തൃശ്ശൂരിലെ മേയറിനോ എറണാകുളത്തെ മേയറിനോ അങ്ങനത്തെ അത്രയധികം പവേഴ്സും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എന്നൊക്കെയുള്ള ഒരു ഫാക്ടറാണ്. Yeah. അപ്പോൾ എലക്ടഡ് റെപ്രസെന്റേറ്റീവ്സ് ഉണ്ടെങ്കിലും കൂടി അവർക്ക് അത്ര പവേഴ്സ് ഇല്ല, അത്രയധികം എന്താ പറയുക ഫിനാൻഷ്യൽ പവേഴ്സ് ഇല്ല. ടാക്സ് കളക്ട് ചെയ്യാനും അതെങ്ങനെ ഉപയോഗിക്കണം എന്നൊക്കെ തീരുമാനിക്കാനും, പ്ലാൻ ചെയ്യേണ്ട പവേഴ്സ് ഇല്ല, എന്തൊക്കെ പ്രൊജക്ട്സ് കൊണ്ടുവരണം എന്നൊക്കെയുള്ള തീരുമാനിക്കുന്നത്. വളരെ ചുരുക്കം പവേഴ്സ് മാത്രമാണുള്ളത്. കേരളത്തിലാണെന്ന് തോന്നുന്നു കുറച്ചും കൂടി വർക്കിംഗ് ആയിട്ടുള്ള ഒരു ലോക്കൽ ബോഡി സിസ്റ്റം ഒക്കെ ഉള്ളത്. കേരളത്തിന് പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ഇതേപോലത്തെ സിറ്റുവേഷൻ ആണ്. ബാംഗ്ലൂരിൽ ഇപ്പോൾ 5 കൊല്ലമായിട്ട് ഒരു ഇലക്ടഡ് റെപ്രസെന്റേറ്റീവ്സും ഇല്ലാത്തൊരു സാഹചര്യമാണ്. നമ്മൾ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്തായാലും സിറ്റീസ് ആണ് ഇന്ത്യയുടെ ഗ്രോത്ത് ഒക്കെ നിർണ്ണയിക്കുക. നമ്മൾ സിറ്റീസിനെ പറ്റി ഡെഡിക്കേറ്റഡ് ആയിട്ട് ഒരു എപ്പിസോഡും ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ പറഞ്ഞിരുന്നു സിറ്റീസ് എന്തൊക്കെ ഗുണങ്ങളൊക്കെയാണ് നമുക്ക് തരുന്നത്, സിറ്റീസ് ആണ് എക്കണോമിക് ഗ്രോത്തിനൊക്കെ ഡ്രൈവ് ചെയ്യുന്ന സംഭവങ്ങൾ ക്രിയേറ്റ് ചെയ്യുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ ഇത്രയധികം പേര് സിറ്റീസിൽ വരുമ്പോഴും സിറ്റീസിന്റെ ഇമ്പോർട്ടൻസും കണക്കിലെടുത്തിട്ട് നമ്മൾ കുറച്ചും കൂടി ഗവേണൻസിൽ ശ്രദ്ധിക്കണം. അതിൽ ഫസ്റ്റ് ഓഫ് ഓൾ കൃത്യമായിട്ട് എലക്ഷൻസ് എൻഷുർ ചെയ്യുക, എലക്ഷൻസ് നടത്തുക. ഇപ്പൊ ബാംഗ്ലൂരിലൊക്കെ ഡിസംബർ ആകുമ്പോൾ ഒരു ഇലക്ഷൻ വരും എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതിപ്പോഴും ഇങ്ങനെ കേസ് കെട്ടുകളും അങ്ങനെ കുടിയും കിടക്കൊക്കെയാണ്. അധികം മൂവ്മെന്റ് ഒന്നും അതിൽ ഉം. കാണുന്നില്ല.
ഇതേപോലെ തീരെ ഇലക്ഷൻ നടത്താത്ത വേറെ കുറെ സിറ്റീസും ഇന്ത്യയിലുണ്ട്. അവിടെയൊക്കെ കൃത്യമായിട്ട് ഇലക്ഷൻസ് ആദ്യം നടത്തുക. എന്നിട്ട് രണ്ടാമതായിട്ട് അവർക്ക് കുറച്ചും കൂടി പവേഴ്സ് കൊടുക്കുക ഈ എലക്ടഡ് ആയിട്ടുള്ളവർക്ക്. ഇപ്പൊ മേയറുകൾക്കാണെങ്കിലും കൗൺസിലർമാർക്കാണെങ്കിലും ഒക്കെ. കാരണം അവരാണ് സിറ്റിയുടെ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ നോക്കേണ്ടത്. അവർക്ക് കുറച്ച് സ്വതന്ത്രമായിട്ടുള്ള അധികാരങ്ങൾ കൊടുക്കുക എന്നൊക്കെയുള്ളത് ഇമ്പോർട്ടന്റ് ആണ്. പിന്നെയുള്ളത് സോണില് ഈ കോടതിയുടെ കാര്യം പറഞ്ഞു, ഞാൻ നേരത്തെ നിയമങ്ങളുടെ കാര്യം പറഞ്ഞു. ഇത് എന്റെ അഭിപ്രായത്തിൽ സിറ്റികൾക്ക് ഒന്ന് പ്രയോറിറ്റൈസ് ചെയ്യുക. സിറ്റികളിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ഇനി ജീവിക്കാൻ പോകുന്നത്. അപ്പൊ സിറ്റികളിലായിരിക്കും കുറച്ചും കൂടി കൂടുതൽ കേസുകളൊക്കെ വരാൻ സാധ്യത. അപ്പൊ സിറ്റിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള കോടതികളിൽ കൂടുതൽ ആൾക്കാരെ നിയമിക്കുക, കുറച്ചും കൂടി നല്ല ലീഗൽ സിസ്റ്റം എൻഷുർ ചെയ്യുക, സിറ്റികൾക്ക് ചുറ്റുമെങ്കിലും അറ്റ്ലീസ്റ്റ്, എന്നൊക്കെയുള്ളതാണ് എൻ്റെ വേറൊരു ഒപ്പീനിയൻ. കാരണം ഒന്ന് സിറ്റികളാണ് ഗ്രോത്ത് എഞ്ചിൻസ് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. പല സിറ്റികളിലും ഇപ്പോഴും നമ്മൾ നോക്കിയാൽ കാണാൻ പറ്റും പല ബിൽഡിങ്ങുകളും കേസിൽ കുടുങ്ങിയിട്ട് വരാതെ കിടക്കുന്നുണ്ട്, ഇൻകംപ്ലീറ്റ് ആയി കിടക്കുന്നുണ്ട്. പല ബിസിനസ്സുകളും സ്റ്റാർട്ട് ചെയ്യാതെ കിടക്കുന്നുണ്ട് കേസിലൊക്കെ പെട്ടിട്ട്. അപ്പൊ ഇതൊക്കെ ഭയങ്കരമായിട്ട് എംപ്ലോയ്മെന്റ് ജനറേറ്റിംഗ് സംഭവമാണ്. ഒരു വില്ലേജിലുള്ള ഒരു കേസിനേക്കാളും കുറച്ചും കൂടി ഇമ്പോർട്ടന്റ് ആണ് സിറ്റികളിലുള്ള കേസ് എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. കാരണം പല ആൾക്കാരുടെയും എംപ്ലോയ്മെന്റിനെയും ഒക്കെ എഫക്ട് ചെയ്യുന്ന ഒരു സിറ്റുവേഷൻ ആയതുകൊണ്ട്. അപ്പോ കുറച്ച് പ്രയോറിറ്റി സിറ്റികൾക്ക് കൊടുക്കുക, സിറ്റികളുടെ ഒരു ഇമ്പോർട്ടൻസ് വെച്ചിട്ട്, ഇത്രയധികം ആൾക്കാർ താമസിക്കാൻ പോകുന്ന സ്ഥലമായതുകൊണ്ട് എന്നൊക്കെയുള്ള ഒരു കേസ് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു രണ്ട് സംവിധാനമാണ് ഇമ്മീഡിയറ്റ്ലി ചെയ്യണം എന്നുള്ളത് എനിക്കൊരു ഫീലിംഗ് ഉള്ളത്. കുറച്ചും കൂടി നല്ല ഗവേൺഡ് ആയിട്ടുള്ള സിറ്റീസ് നമുക്ക് അത്യാവശ്യമാണ് ഇന്ത്യ മുന്നോട്ടേക്ക് പോകുമ്പോൾ എന്നുള്ളതാണ് എൻ്റെ ഒപ്പീനിയൻ. അപ്പോ ഞങ്ങള് പോളിസി ഐഡിയാസ് അടുത്തൊരു വർഷത്തേക്ക് ഞങ്ങളുടെ ഇൻഡിപെൻഡൻസ് ഡേന്റെ കോണ്ടെക്സ്റ്റിൽ പറയാന്നാണല്ലോ വിചാരിച്ചത്. അപ്പം ഇന്ത്യനെ പറ്റി ഞങ്ങൾ 2 ഐഡിയാസ്, ആനന്ദ് 2 ഐഡിയാസ്, ഞാൻ ഒരെണ്ണം പറഞ്ഞു. ഇനി കേരളത്തിനെ പറ്റി നമുക്ക് എന്തൊക്കെ ഐഡിയാസ് ആണ് സംസാരിക്കാൻ പറ്റുക? സോ ആനന്ദ്, എന്താണ് കേരളത്തിനെ പറ്റിയുള്ള നിന്റെ പോളിസി സജഷൻസ്? കേരളത്തിനെ പറ്റിയിട്ടും ഒരു 2 പോളിസി സജഷൻസ് പറയാമെന്ന് ഞാൻ വിചാരിച്ചു. ആദ്യത്തെ പോളിസി എൽഡർ കെയർ ആയിട്ട് ബന്ധപ്പെട്ടതാണ്, സീനിയർ സിറ്റിസൺസിന്റെ കെയറുമായിട്ട് ബന്ധപ്പെട്ടുള്ളതാണ്. നമ്മൾ പൊതുവെ കേരളത്തിനൊരു ഏജിങ് സ്റ്റേറ്റ് ഒക്കെ ആയിട്ടാണ് കണക്കാക്കുന്നത്. ഇന്ത്യയിലെ തന്നെയുള്ള ഓൾഡസ്റ്റ് സ്റ്റേറ്റ് കേരളമാണ് എന്നൊക്കെയുള്ളതാണ് പൊതുവെ പഠനങ്ങളും കാര്യങ്ങളൊക്കെ പറയുന്നത്. കേരളത്തിന്റെ ഒരു മീഡിയൻ ഏജ് എന്നൊക്കെ പറയുന്നത് 35 വയസ്സാണ്. ഇന്ത്യയുടെ 28 വയസ്സാകുമ്പോൾ. അപ്പോൾ ഇന്ത്യനേക്കാളൊക്കെ വളരെയധികം ഓൾഡ് ആയിട്ടുള്ള പോപ്പുലേഷനാണ് കേരളത്തിൽ കൂടുതൽ എന്നൊക്കെയുള്ളതാണ് സ്റ്റഡീസ് ഒക്കെ കാണിക്കുന്നത്. അതേസമയം കഴിഞ്ഞൊരു 30 കൊല്ലത്തിൽ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ കേരളത്തിന്റെ സീനിയർ സിറ്റിസൺ പോപ്പുലേഷൻ, 60 വയസ്സിനേക്കാളും മുകളിലുള്ളവരുടെ പോപ്പുലേഷൻ 8.9% നിന്ന് 16.5% ഉയർന്നിട്ടുണ്ട്. ഇതിന്റെ മുകളിൽ നമ്മളുടെ യുവാക്കൾ പലരും മൈഗ്രേറ്റ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനും ഉണ്ട്. കാരണം ജോലി നോക്കിയിട്ടും പഠിക്കേണ്ട കാര്യങ്ങൾ നോക്കിയിട്ടൊക്കെ. അപ്പൊ പലപ്പോഴും കേരളത്തിൽ ബാക്കിയാവുന്നത് ഇങ്ങനത്തെ സീനിയർ സിറ്റിസൺസ് ആയിട്ടുള്ള ആൾക്കാരാണ് കൂടുതൽ. അപ്പൊ ഇവർക്കൊക്കെ കൃത്യമായിട്ട് കെയർ കൊടുക്കേണ്ട സംവിധാനങ്ങൾ കേരളത്തിൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഇതെന്റെ കുറെ പേഴ്സണൽ എക്സാമ്പിൾസും പേഴ്സണൽ എക്സ്പീരിയൻസ് ഒക്കെ വെച്ചിട്ടാണ്. കാരണം എന്റെ ഗ്രാൻഡ് ഫാദർ ഒക്കെ പാർക്കിൻസൺസ് അസുഖമൊക്കെ വന്നിട്ട് കുറെ ബുദ്ധിമുട്ടുകളൊക്കെ അനുഭവിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്തും കൃത്യമായിട്ട് പുള്ളിയുടെ കണ്ടീഷൻസ് മനസ്സിലാക്കിയിട്ട് ട്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഹോം നേഴ്സിനൊക്കെ കിട്ടുക എന്നൊക്കെ പറയുന്നത് ഭയങ്കര ഡിഫിക്കൽട്ടാണ് കേരളത്തിൽ. നമ്മൾക്ക് കുറെ അധികം ഹോം നേഴ്സുകളെ മാറ്റേണ്ട സാഹചര്യം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു കേരളത്തിലുള്ള എല്ലാവരുടെ എക്സാമ്പിളും ഇങ്ങനെ തന്നെ എന്തെങ്കിലും ഒരു സിറ്റുവേഷൻ ഇങ്ങനെ ഉണ്ടായിട്ടുണ്ടാവും. ഇങ്ങനെ ഹോം നേഴ്സിനെ കിട്ടാൻ ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ ഹോമിൽ കെയർ ചെയ്യുന്ന ഫെസിലിറ്റീസ് കൊണ്ടുവരാനുള്ള ബുദ്ധിമുട്ടൊക്കെ. അതേസമയം നമ്മൾ പാലിയേറ്റീവ് കെയറിലൊക്കെ ഭയങ്കര പേര് കേട്ട സംസ്ഥാനവും കൂടിയാണ്. അപ്പോൾ എന്തുകൊണ്ട് അത് സിറ്റിസൺ കെയറിലേക്ക് അത് കൊണ്ടുവരാൻ പറ്റുന്നില്ല എന്നൊക്കെ ഉള്ളതൊരു ചോദ്യമാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത് പലപ്പോഴും ഇപ്പൊ റീസെന്റ് പുതിയൊരു ഗവൺമെന്റ് വന്നതിന് ശേഷം ഒരു സീനിയർ സിറ്റിസന്റെ ഡിപ്പാർട്ട്മെന്റ് ഒക്കെ അവർ കൊണ്ടുവന്നിട്ടുണ്ട്. പക്ഷെ കൃത്യമായിട്ട് ഒരു പോളിസി ഉണ്ടോ എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. കാരണം കുറേയധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു ഏരിയ ആണിത്. ഇപ്പോൾ കെയർ കൊടുക്കുന്ന കുറെ ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഉണ്ട്, ഹോം നേഴ്സുകളായിട്ടുള്ള കുറെ അധികം ആൾക്കാരുണ്ട്, അവരുടെ ഏജൻസികളൊക്കെ ഉണ്ട്, അതേപോലെ ഓൾഡ് ഏജ് ഹോമുകളൊക്കെ ഉണ്ട്. ഇങ്ങനെ കുറെ അധികം സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഉള്ള ഒരു ഏരിയ ആണ് ഈ സീനിയർ സിറ്റിസൺ കെയർ എന്നൊക്കെ ഉള്ളത്. അപ്പൊ ഇവരെയൊക്കെ കണക്ട് ചെയ്തിട്ടുള്ള ഒരു യൂണിഫൈഡ് പോളിസി, എങ്ങനെയൊക്കെ ഇവർ ഓരോ ആൾക്കാരും എന്തൊക്കെയാണ് അവർക്ക് വേണ്ടത് എന്നൊക്കെയുള്ളത് തീരുമാനിക്കുന്ന രീതിയിലുള്ള ഒരു പോളിസി ഇതുവരെ ഗവൺമെന്റ് ഉണ്ടാക്കിയിട്ടില്ല എന്നൊക്കെയുള്ളതാണ് എന്നെ ഇതാക്കുന്ന ഒരു സംഭവം. അപ്പോൾ അങ്ങനത്തെ ഒരു പോളിസി കൊണ്ടുവരിക എന്നൊക്കെയുള്ളത് ഒരു അർജന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് കേരളം കൂടുതൽ പ്രായമായി കൊണ്ട് നിൽക്കുമ്പോൾ. അതേസമയം ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഉള്ളതും ഇപ്പൊ ഇന്ത്യയിൽ കേരളത്തിലാണ്. കുറെ അധികം ആൾക്കാർക്ക് രോഗാവസ്ഥയുണ്ട് എന്നൊക്കെയുള്ള സ്റ്റഡീസ് ഒക്കെ വന്നിട്ടുണ്ട്. അപ്പൊ ആ ഒരു സാഹചര്യത്തിൽ നമ്മൾ ഇനി മുന്നോട്ടേക്ക് പോകുമ്പോൾ കൃത്യമായിട്ട് എങ്ങനെയാണ് സീനിയർ സിറ്റിസൺസിന് കെയർ കൊടുക്കേണ്ടത്, അതിനെന്തൊക്കെ പോളിസീസ് ആണ് കൊണ്ടുവരേണ്ടത്, എന്തൊക്കെ റിഫോംസ് ആണ് കൊണ്ടുവരേണ്ടത് എന്നൊക്കെയുള്ളത് വ്യക്തമായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു ആവശ്യമുണ്ട്. രണ്ടാമത്തെ ഒരു സജഷൻ, ഇത് കുറച്ച് കോൺട്രവേഴ്ഷ്യൽ ആവാൻ സാധ്യതയുണ്ട്. കാരണം റീസെന്റ് നമ്മളിപ്പോ ഈ ഒരു മഴക്കാലത്തും കുറെ അധികം ലാൻഡ് സ്ലൈഡിന്റെ ഇഷ്യൂ ഒക്കെ കണ്ടു. വയനാട് എനിക്ക് തോന്നുന്നു കോഴിക്കോട് ബാംഗ്ലൂർ ആ ടണൽ റോഡൊക്കെ ഉണ്ടാക്കുന്നിടത്തൊരു ലാൻഡ് സ്ലൈഡ് ഉണ്ടായി. അതേപോലെ ഇടുക്കി, കോട്ടയം, ഇങ്ങനത്തെ പല സ്ഥലത്തും ലാൻഡ് സ്ലൈഡ് ഉണ്ടായി.
ഇതൊരു റിക്കറിംഗ് പാറ്റേൺ ആയിട്ട് മാറുകയാണ്. ഓരോ മഴക്കാലം വരുമ്പോഴും ലാൻഡ് സ്ലൈഡ് ഉണ്ടാവുക എന്നൊക്കെ ഉള്ളത് സ്ഥിരമായിട്ടുള്ളൊരു സംഭവമായി മാറുകയാണ്. അപ്പൊ ഉം. പലപ്പോഴും ഇതിന്റെ ഒരു പ്രശ്നം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മള് ഈ വെസ്റ്റേൺ ഗട്ട്സ് ഒക്കെ ഭയങ്കര പ്രകൃതിലോല പ്രദേശമാണെന്നൊക്കെ പറഞ്ഞ പല സ്റ്റഡീസും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. ഈ മാധവ് ഗാഡ്ഗിൽ എന്നൊക്കെ പറഞ്ഞ ആളൊക്കെ കൊണ്ടുവന്ന സ്റ്റഡീസ് ഒക്കെ ഭയങ്കര ഫേമസ് ആണ്. അപ്പൊ പലപ്പോഴും ഇതിവിടെ നമ്മൾ ഈ പ്രകൃതിലോല പ്രദേശങ്ങളിലും കൂടി ഡെവലപ്മെന്റ് കൊണ്ടുവരുന്നതിന്റെ ഒരു പ്രശ്നമുണ്ട്. അവിടെയും കൂടി വികസനം എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പല പദ്ധതികളും കൊണ്ടുവരുന്നുണ്ട്. അപ്പൊ പലപ്പോഴും കേരളത്തിന്റെ ലാൻഡ് അവൈലബിലിറ്റി ഭയങ്കര കുറവാണ് എന്നുള്ളതാണ് നമ്മൾ പൊതുവെ അതിനെപ്പറ്റി പറയാറുള്ളത്. കാരണം കേരളത്തിൽ എവിടെയാണ് ബിസിനസ്സുകൾ വരാനുള്ള സ്ഥലമുള്ളത്, ഇവിടെയൊക്കെ നമ്മൾ ബിസിനസ് തുടങ്ങിയിട്ടില്ലെങ്കിൽ പിന്നെ എവിടെയാണ് തുടങ്ങുക എന്നൊക്കെയുള്ള ഒരു ചോദ്യം വരാറുണ്ട്. ഇതിൽ എനിക്കൊരു ഒരു പോംവഴി എന്ന് പറയാനുള്ളത്, അഗ്രികൾച്ചർ ലാൻഡ് നമുക്ക് പലപ്പോഴും പ്ലെയിൻ ആയിട്ടുള്ള സ്ഥലങ്ങളിലാണ്. ഇപ്പൊ ഞാൻ കുറച്ചു കാലം പാലക്കാടൊക്കെ വർക്ക് ചെയ്തതാണ്. അപ്പൊ അവിടെ ഉം. കുറെ അധികം കർഷകരോടൊക്കെ ഞാൻ സംസാരിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അത്യാവശ്യം നല്ല പ്ലെയിൻ ആയിട്ടുള്ള ലാൻഡ് ഇപ്പോഴും അവൈലബിൾ ആണ്. കുറെ അധികം ലാൻഡ് അഗ്രികൾച്ചർ ആവശ്യങ്ങൾക്കാണ് ഉപയോഗിക്കുന്നത്. പക്ഷെ ഇതിന്റെ ഒരു ഒരു കോമഡി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പലപ്പോഴും ഈ കൃഷിക്കാരോട് സംസാരിക്കുമ്പോൾ അവരൊക്കെ ഈ കൃഷിനെ പറ്റി പറയുന്നത് ഭയങ്കര നഷ്ടമുള്ള സംഭവമാണ്, കുറെ അധികം കടങ്ങൾ അവർക്കുണ്ട്, അവിടുന്ന് ഇവിടുന്നൊക്കെ ലോൺ എടുത്തിട്ടാണ് അവർ കൃഷി ചെയ്യുന്നത് എന്നൊക്കെയുള്ള ഒരു സാഹചര്യം അവരെപ്പോഴും പറയാറുണ്ട്. അപ്പൊ ഞാൻ ഈ പാലക്കാട് തന്നെ ഒന്ന് രണ്ട് പേരോടൊക്കെ സംസാരിച്ചപ്പോൾ ഞാൻ അവരോട് ചോദിച്ചിരുന്നു, അപ്പൊ എന്തിനാണ് പിന്നെയും നിങ്ങൾ കൃഷി ചെയ്യുന്നത് എന്നൊക്കെ ഉള്ളത്. അപ്പൊ അവിടെയുള്ള ഒരു മിക്കവാറും ആൾക്കാരും നെൽകൃഷി ചെയ്യുന്നവരാണ്. അപ്പോ ഉം. കേരള ഗവൺമെന്റ് ഒരു നിയമമുണ്ട്, നെൽകൃഷി നമുക്ക് ചെയ്യുന്ന നെൽപ്പാടങ്ങൾ തരിശായിട്ട് ഇടാൻ പറ്റില്ല, കൃഷി ചെയ്യാതെ ഇടാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു നിയമമുണ്ട്. കൃഷി ചെയ്യാതെ എന്താ പറയാ ഒഴിവാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഭൂമി വെറുതെ ഇട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്കെതിരെ ആക്ഷൻ എടുക്കാൻ പറ്റും, നിങ്ങളോട് അവിടെ കൃഷി ചെയ്യാൻ വേണ്ടിയിട്ട് ഉദ്യോഗസ്ഥർ വന്നിട്ട് പറയും എന്നൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ പലപ്പോഴും എന്താ പറയാ താല്പര്യമില്ലാതെ ലാഭമില്ലാതെ പലവരും കൃഷി ചെയ്യുന്ന ഒരു സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അത്രയധികം ലാഭകരമൊന്നുമല്ല കൃഷി കേരളത്തില്. കേരളം കൃഷി ചെയ്യണോ എന്നൊക്കെയുള്ള ചിന്ത വരെ എനിക്കുണ്ട്. കാരണം നമുക്ക് തമിഴ്നാട്ടിൽ നിന്നും ആന്ധ്രാപ്രദേശിൽ നിന്നൊക്കെ സാധനങ്ങൾ അവര് ബ്ലോക്ക് ചെയ്യാത്തടത്തോളം കാലം നമ്മൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ വേറെ കുഴപ്പമില്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഫീലിംഗ്. ഇവിടെ ഉം. നമ്മൾ നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള ലാൻഡ് ഏറ്റവും നല്ല വാല്യൂവിൽ എങ്ങനെയാണ് ഉപയോഗിക്കാൻ പറ്റുക എന്നൊക്കെ ഉള്ളതാണ് നോക്കേണ്ടത്. കൃഷി ലാഭകരമല്ല എന്നുണ്ടെങ്കിൽ കൃഷിയുടെ ലാൻഡ് വേറെ എന്തെങ്കിലും ആവശ്യത്തിന് വേണ്ടി മാറ്റി ഉപയോഗിക്കാൻ പറ്റുമോ എന്നൊക്കെ ഉള്ളതാണ് നമ്മൾ ആലോചിക്കേണ്ടത്. അത് കേരളത്തില് ഫോഴ്സ്ഡ് ആയിട്ടാണ് പലരും കൃഷി ചെയ്യുന്നത്. അവർക്ക് കൃഷിയല്ലാതെ വേറൊരു മാർഗ്ഗവും ഇല്ല. ഈ ഭൂമി വേറെ ആർക്കും വിൽക്കാനും പറ്റില്ല എന്നൊക്കെയുള്ള ഒരു സാഹചര്യമുണ്ട്. ഉം. അപ്പോ ആ നിയമങ്ങൾ കുറച്ചും കൂടി സിംപ്ലിഫൈ ചെയ്യുക. കൃഷി ഇടങ്ങൾ വേണമെങ്കിൽ നമുക്ക് കൃഷി അല്ലാത്ത ആവശ്യങ്ങൾക്കും വിൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കുക. ഇപ്പൊ കേരളത്തിൽ അത് പോസിബിൾ അല്ല. അതാണ് എന്റെ രണ്ടാമത്തെ ഒരു സജഷൻ. നമ്മൾക്ക് എന്തായാലും കൂടുതൽ ബിസിനസ്സുകളും കൂടുതൽ എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റിയും ഒക്കെ കേരളത്തിൽ വേണം എന്ന് നമ്മൾ പല എപ്പിസോഡുകളിലായിട്ട് പറയുന്നുണ്ട്. അപ്പോ അത് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് കൂടുതൽ ബിസിനസ്സുകളും ഇവിടെ വരേണ്ട ആവശ്യമുണ്ട്. അവർക്ക് വരാൻ സ്ഥലമില്ലെങ്കിൽ നമ്മൾ ഈ കൃഷിയിടങ്ങള് അല്ലെങ്കിൽ കൃഷി സ്ഥലങ്ങള് ആവശ്യമില്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അല്ലെങ്കിൽ ലാഭകരമല്ലാത്ത സിറ്റുവേഷൻ ആണെങ്കിൽ, അത് ഈ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുക. അവർക്ക് വിൽക്കാനുള്ള ഒരു സ്വാതന്ത്ര്യം കൊടുക്കുക എന്നൊക്കെയുള്ള ഒരു കാര്യമാണ് എനിക്ക് പറയാനുള്ളത്. ഈ കോണ്ടെക്സ്റ്റില് റീസെന്റ്ലി ഉള്ള ബഡ്ജറ്റിനകത്ത് ഒരു ലാൻഡ് ബാങ്ക് പോളിസി ഉം, തുടങ്ങാൻ ഇവിടെ കോൺഗ്രസ് ഗവൺമെന്റ് ഒരു ഐഡിയ കൊണ്ടുവന്നിരുന്നു. ഉം, എത്രമാത്രം അത് പ്രാക്ടിക്കലായിട്ട് അവർ ഇംപ്ലിമെന്റ് ചെയ്യുന്ന എനിക്കറിയണ്ട. പക്ഷെ അതും എനിക്ക് തോന്നുന്നൊരു നല്ല കാര്യമാണ്. നമുക്ക് ഈ ലാൻഡിന്റെ ഈ ഈ നമ്മുടെ പട്ടയവും അങ്ങനത്തെ കാര്യങ്ങളെ പറ്റിയൊക്കെ ഒത്തിരി ഡിസഗ്രിഗേറ്റഡ് ആയ ഇൻഫർമേഷൻ ആണല്ലോ. ഇതിനെ മുഴുവൻ ഒരു സ്ഥലത്തോട്ട് കൊണ്ടുവരിക, ഉം, വേസ്റ്റായി യൂസ് ചെയ്യാതെ കിടക്കുന്ന ലാൻഡുകളെങ്കിലും അഗ്രിഗേറ്റ് ചെയ്യുക, അത് നമുക്ക് വിൽക്കാനും അല്ലെങ്കിൽ ഉപയോഗപ്പെടുത്താനും ഒക്കെ ഉള്ള വഴികൾ നോക്കുക. അതും ഒരു നല്ല ഐഡിയ ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ ഞാൻ ആനന്ദിനോട് 100% എഗ്രി ചെയ്യുന്നു. കേരളത്തില് ലാൻഡ് അവൈലബിലിറ്റി ഇല്ലാത്തതിന് ഒരു മെയിൻ കാരണം നമ്മുടെ ഈ പല റൂൾസും, അത് കാരണം നമ്മൾ അൺപ്രൊഡക്റ്റീവ് ആയിട്ടും അൺയൂസബിൾ ആയിട്ടും കിടക്കുന്ന ലാൻഡാണ് പ്രശ്നമായി കിടക്കുന്നത് എനിക്ക് തോന്നുന്നു. ഉം, ഓക്കെ. അപ്പം ആനന്ദിന്റെ 2 സജഷൻസ് പറഞ്ഞു. ഞാൻ എന്റെ 2 ഐഡിയാസ് പറയാം. അപ്പം അഗെയിൻ നമുക്ക് കുറെ ഐഡിയാസ് പറയാനുണ്ടാവും. പക്ഷെ ഞങ്ങള് ജസ്റ്റ് നമുക്കിപ്പം തോന്നുന്ന ഇപ്പത്തെ ഒരു മൂഡിൽ അല്ലെങ്കിൽ സാഹചര്യത്തിൽ നമ്മളിപ്പം വർക്ക് ചെയ്യുന്നതും വായിക്കുന്നതും ഒക്കെ ടോപ്പിക്സുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് റിലേറ്റഡ് ആയ ഐഡിയാസ് ആണ് ഞങ്ങൾ ഷെയർ ചെയ്യുന്നത്. അപ്പൊ ഉം, എനിക്ക് ഒന്നാമത് തോന്നുന്ന ഒരു കാര്യം കേരളത്തിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരണം എന്നുള്ളതാണ്. റൈറ്റ്. ഉം, അപ്പം കേരളമാണ് ഇന്ത്യയിലെ വൺ ഓഫ് ദ സ്റ്റേറ്റ്സ്, അല്ലെങ്കിൽ ചുരുക്കം ചില സ്റ്റേറ്റുകളിൽ ഒന്ന് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഇല്ലാത്ത. കേരളത്തിൽ 2025 ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി വരാം എന്നുള്ളൊരു ബില്ല് തന്നെ വന്നത്. റൈറ്റ്. കേരള ഉം, സ്റ്റേറ്റ് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് എസ്റ്റാബ്ലിഷ്മെന്റ് ആൻഡ് റെഗുലേഷൻ ബിൽ എന്നൊരു ബില്ല് 2025 നമ്മുടെ കഴിഞ്ഞ ഗവൺമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് പക്ഷെ ഇപ്പോഴും പാസ്സായിട്ടില്ല. കാരണം അത് ഗവർണർ പ്രസിഡന്റിന് വിറ്റു. പ്രസിഡന്റ് അതിന്റെ മുകളിൽ ഇരിക്കുകയാണ്. റൈറ്റ്. അപ്പൊ ഇപ്പോഴും ഉം, അത് സ്റ്റക്ക് ആയിരിക്കുകയാണ് സംഭവം. നമുക്ക് എന്തുകൊണ്ട് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റീസ് വേണം, അല്ലെങ്കിൽ കൂടുതൽ പ്രൈവറ്റ് കോളേജുകൾ വേണം?
അതായത് നമുക്ക് കേരളത്തിൽ പ്രൈവറ്റ് കോളേജുകളുണ്ട്. പക്ഷെ അതെല്ലാം ഗവൺമെന്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലാണ്. സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റികളുടെ കീഴിലാണ്. കുറച്ച് ഡീം ടു ബി യൂണിവേഴ്സിറ്റികളുണ്ട്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ. പക്ഷെ അത് സെൻട്രൽ ഗവൺമെന്റിന്റെ റൂൾസിന്റെ കീഴിലാണ്. എന്തുകൊണ്ട് നമുക്ക് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വേണമെന്ന് പറയാനില്ല. അപ്പൊ ഇന്ത്യയുടെ ഒരു ഹിസ്റ്ററി നമ്മൾ എടുക്കുകയാണെങ്കിൽ ഒരു 2005 മുതൽ 2020 വരെ ഇന്ത്യയിൽ ഈ കോളേജുകളിൽ ഹയർ എഡ്യൂക്കേഷനിലുള്ള എൻറോൾമെന്റ് 1 കോടിയിൽ നിന്ന് 1.1 കോടിയിൽ നിന്ന് ഏകദേശം 4 കോടിയോളം അത്രയും കൂടി. 1 കോടിയിൽ നിന്ന് ഏകദേശം 4 കോടിയോളം എൻറോൾമെന്റ് കൂടി. കൂടുതൽ ആൾക്കാർ പഠിക്കാൻ കോളേജുകളിലേക്ക് വന്നു. അപ്പൊ ഇത്രയും സീറ്റുകൾ എവിടെ വന്നു? എന്തുകൊണ്ട് ഈ എൻറോൾമെന്റ് കൂടി എന്നൊക്കെ നമുക്ക് ചിന്തിക്കാം. ഇതേ സമയം 2005 മുതൽ 2020 വരെയുള്ള സമയത്ത് ഒരു 47 തവണ ഉള്ള ഇൻക്രീസ് ആണ് ഇന്ത്യയിലുള്ള പ്രൈവറ്റ് കോളേജുകളിൽ ഉണ്ടായത്. അത് പ്രൈവറ്റ് ഉം. യൂണിവേഴ്സിറ്റികളുടെ കീഴിലുള്ളതും അല്ലാതെയും പ്രൈവറ്റ് കോളേജുകൾ. അപ്പൊ നമുക്ക് നോക്കുകയാണെങ്കിൽ ഈ കൂടുതൽ ആൾക്കാരെയും അബ്സോർബ് ചെയ്തത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലും പ്രൈവറ്റ് കോളേജുകളിലേക്കുമാണ്. അപ്പൊ ഇതിനകത്ത് നമ്മൾക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ഓഫ് നമ്പറിൽ കോളേജുകളിൽ സീറ്റ് കൂട്ടാനും ആൾക്കാർക്ക് കൂടുതൽ എഡ്യൂക്കേഷൻ കൊടുക്കാനും ഒരിക്കലും ഗവൺമെന്റ് ഫണ്ടഡ് ആയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന് സാധിക്കില്ല. അതിന്റെ മെയിൻ കാരണം എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിന് അത്രയും പൈസയില്ല. റൈറ്റ്? കേരള ഗവൺമെന്റ് ഒക്കെ നോക്കുകയാണെങ്കിൽ ഓൾറെഡി വലിയ കടങ്ങളിലാണ്. അപ്പം അത് നമുക്ക് പുതിയ പുതിയ കോളേജുകൾ കൊണ്ടുവരാൻ ഗവൺമെന്റിൽ പൈസ ഇല്ല എന്നുള്ളതാണ് ഒന്നാമത്തെ പ്രശ്നം. രണ്ടാമത്തെ പ്രശ്നം ഗവൺമെന്റിന്റെ റീച്ച് ഇല്ല. ഗവൺമെന്റ് സിസ്റ്റം അത്ര എഫിഷ്യന്റ് ആവണമെന്നില്ല. പ്രോസസ്സ് ഭയങ്കര സ്ലോ ആണ്. അങ്ങനത്തെ പല പ്രശ്നങ്ങളും ഉണ്ട്. രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിൽ അവർക്ക് കൂടുതൽ ഓട്ടോണമി ഉണ്ട്. ഓട്ടോണമി എന്ന് പറഞ്ഞൊരു പുതിയ കോഴ്സ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ അവർക്ക് സാധ്യതകളുണ്ട്. അല്ലെങ്കിൽ കഴിവുള്ള ടീച്ചേഴ്സിനെ എടുക്കാൻ പറ്റും. ഇൻട്രസ്റ്റിംഗ് ആയ റിസർച്ച് പ്രൊജക്ട്സിലോട്ട് കൊണ്ടുവരാൻ പറ്റും. ജോലി അവസരങ്ങൾ മാറുന്നതനുസരിച്ച് കോഴ്സുകൾ മാറാൻ പറ്റും. സോ അങ്ങനത്തെ പല ഇവോൾവിംഗ് ആയ കാര്യങ്ങളും പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളിലുണ്ട്. അപ്പൊ ഇതിനെപ്പറ്റി ഒക്കെ പ്രൈവറ്റ് ഹയർ എഡ്യൂക്കേഷനെ പറ്റി ഡിസ്കസ് ചെയ്യുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയ ഒരു സ്റ്റഡി ഞാൻ ഷോ നോട്ട്സിൽ ലിങ്ക് ചെയ്യാം. അപ്പം ഇങ്ങനത്തെ ഒരു ഗുണം കൂടെ ഈ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വന്നാലുണ്ട്. അതാണ് കേരളം ഫേസ് ചെയ്യുന്ന ഒരു വലിയ പ്രശ്നം എന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ ഇങ്ങനെ ഒരു ഡൈവേഴ്സിഫൈഡ് ആയുള്ള കോഴ്സുകൾ, ഇൻട്രസ്റ്റിംഗ് ആയ കോഴ്സുകൾ, പെട്ടെന്ന് മാർക്കറ്റിലെ ഡിമാൻഡ് മാറുന്നതനുസരിച്ച് മാർക്കറ്റ് ചേഞ്ചസ് വരുന്ന രീതിയിലുള്ള കോഴ്സുകൾ, ആ കോഴ്സുകൾ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ പലപ്പോഴും ഗവൺമെന്റ് സിസ്റ്റത്തിനകത്തുള്ള സ്ലോ പ്രോസസ് ഒന്നും കാരണം ചിലപ്പോൾ നടക്കണമെന്നില്ല. അത് പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളാണ് കുറച്ചും കൂടെ എഫിഷ്യന്റ് ആയിട്ട് നടക്കുക. പിന്നെ കേരളത്തിലെ സാഹചര്യം നമ്മളൊന്ന് നോക്കി നോക്കിയേ. കേരളത്തിലെ വളരെ വലിയൊരു ശതമാനം സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യാണ്. നമ്മൾ നോക്കുകയാണെങ്കിൽ എല്ലാവരും ഒന്നും മൈഗ്രേറ്റ് ചെയ്യുന്നില്ല. പക്ഷേ നല്ലൊരു ശതമാനം സ്റ്റുഡൻസ് മൈഗ്രേറ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ വിചാരിക്കുന്നതിനെക്കാട്ടും കൂടുതൽ ആ മൈഗ്രേഷൻ നമ്പേഴ്സ് കൂടിക്കൊണ്ടുവരികയാണ്. നല്ല ശതമാനം ആൾക്കാർ ലോൺ എടുത്താണ് പുറത്തുപോയി പഠിക്കുന്നത്. ഇതിനകത്ത് പലർക്കും എനിക്ക് തോന്നുന്നത് എനിക്ക് ഇതിനെപ്പറ്റി എവിഡൻസ് ഇല്ല. പക്ഷെ നമ്മൾ സംസാരിക്കുന്നതിന് നമ്മുടെ കസിൻസിനോടും അനിയന്മാരോടൊക്കെ സംസാരിക്കുന്നത് മനസ്സിലാക്കുന്ന ഒരു കാര്യം, ഇവർക്ക് ഇവിടെ നല്ല കോഴ്സുകളും ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവർ ഇവിടെ നിന്നാനെ. ഇതിന്റെ ഒരു വശം എന്ന് പറയുകയാണെങ്കിൽ ഇവിടെ നല്ല ജോലി അവസരങ്ങളില്ല എന്നുള്ളതാണ്. പക്ഷെ അത് നമ്മൾ മാറ്റി നിർത്തുകയാണ്. ഇവിടെ നല്ല എഡ്യൂക്കേഷൻ അവസരങ്ങൾ അവർക്ക് ഉണ്ടായിരുന്നെങ്കിൽ ഒരുപക്ഷെ അവരിവിടെ നിന്നാനെ. അപ്പം പുറത്തുപോയി പഠിക്കാൻ 40-50 ലക്ഷം രൂപ അവർ ചെലവാക്കുന്നതിന് പകരം കേരളത്തിൽ അവർ പഠിച്ചാന്. പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ വരുമ്പോൾ ഒബ്വിയസ്ലി അവിടെ ഫീസുകൾ ഉണ്ടാവും. പക്ഷേ പുറത്തുപോയി പഠിക്കുന്ന അത്രയും ഫീസ് ഉണ്ടാവത്തില്ല. ഇവിടെ പഠിച്ചവർക്കൊരു ജോലി സാധ്യത ഉറപ്പാക്കാൻ അവർക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ നല്ല കോഴ്സുകൾ ഇവിടെ കിട്ടുമെങ്കിൽ, നല്ല പ്ലേസ്മെന്റ്സ് അവൈലബിൾ ആയ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾ ഉണ്ടെങ്കിൽ ആൾക്കാർ ഇവിടെ തന്നെ ചൂസ് ചെയ്യത്തുള്ളൂ. ആൾക്കാർ ഇവിടെ ചൂസ് ചെയ്തില്ല, പുറത്തോട്ടാ പോകുന്നതെങ്കിൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികൾക്ക് അവരുടെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ അവർ കമ്പൽഡ് ആവുന്നുള്ളതാണ് ഒരു കാര്യം. റൈറ്റ്? അപ്പം കേരളത്തിൽ കൂടുതൽ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റികളും പ്രൈവറ്റ് കോളേജുകളും വരേണ്ട ആവശ്യമുണ്ട്. കേരളം ഇന്ത്യയിലെ വൺ ഓഫ് ദ ലാസ്റ്റ് സ്റ്റേറ്റ്സ് ആണ് ഈ വിഷയത്തിനകത്ത്. നമുക്ക് ട്രഡീഷണലി ഉണ്ടായിരുന്ന ഒരു അഡ്വാൻറ്റേജ് ഉണ്ട് എഡ്യൂക്കേഷനകത്ത്. ഈ കേരളത്തിലെ മിഷണറി പ്രവർത്തനങ്ങളും നമ്മുടെ രാജാക്കന്മാരുടെ ഒരു ഫോർവേഡായ ചിന്താഗതികളും കേരളത്തിലെ സോഷ്യൽ മൂവ്മെന്റ്സ് ഒക്കെ കാരണം നമ്മൾ പ്രൈമറി സ്കൂൾ എഡ്യൂക്കേഷനിൽ നമ്മൾ വളരെ മുന്നിൽ നിന്നതാണ്. നമ്മുടെ ഹയർ എഡ്യൂക്കേഷനിൽ നമ്മൾ പലപ്പോഴും നമ്മുടെ അഡ്വാൻറ്റേജ് നമ്മൾ തകർത്ത് കളയാണ് നമ്മുടെ ഇൻഡിപെൻഡൻസിന് ശേഷമുള്ള കഴിഞ്ഞൊരു 80 വർഷം. അപ്പം അത് നമ്മൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റണം. അതാണ് എന്റെ ഒന്നാമത്തെ സജഷൻ. അപ്പൊ ഈ ബില്ല് എത്രയും പെട്ടെന്ന് പാസ്സാക്കുക. കൂടുതൽ പ്രൈവറ്റ് കേരളത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യുക. അവർക്ക് മുന്നിൽ ഹഡിൽസ് കൊണ്ടുവെക്കാതെ ആ പ്രോസസ് കുറച്ചും കൂടി എഫിഷ്യന്റ് ആക്കുക. രണ്ടാമത്തെ എന്റെ ഒരു സജഷൻ, ഇപ്പം ആനന്ദ് പറഞ്ഞു, ഇപ്പം കേരളത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് സീനിയർ സിറ്റിസൺസ് സ്റ്റാർട്ട് ചെയ്തു. റൈറ്റ്? അപ്പം ഇത് ഇന്ത്യയിലെ തന്നെ ആദ്യത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ് ആണ്, ഇങ്ങനത്തെ ഒരു ഡിപ്പാർട്ട്മെന്റ്. സോ ഇന്ത്യയിലെ പല സ്റ്റേറ്റുകൾക്കും ഇത് വരുന്ന വർഷങ്ങളിൽ സ്റ്റാർട്ട് ചെയ്യേണ്ടി വരും. കാരണം സീനിയർ സിറ്റിസൺസും അവരുടെ കെയറും അതൊക്കെ ഒരു ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ്. ഇന്ത്യ ഒരു ഏജിങ് കൺട്രിയാണ്. കേരളം അവരെക്കാട്ടൊക്കെ സ്പീഡിൽ ഏജ് ചെയ്യുന്ന ഒരു സ്റ്റേറ്റുമാണ്. അപ്പം ഈ സീനിയർ സിറ്റിസൺ ഡിപ്പാർട്ട്മെന്റ് ഇന്ത്യയിൽ പലർക്കും ഒരു എക്സാമ്പിൾ ആവുന്നത് പോലെ കേരളത്തിന് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന വേറൊരു ഡിപ്പാർട്ട്മെന്റ് എന്റെ ഒരു അഭിപ്രായത്തിൽ ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡേറ്റയാണ്. അപ്പം ഇത് കാർത്തിക് മുരളീധരന്റെ ഒരു ബുക്ക് ഉണ്ട്, ആക്സിലറേറ്റിംഗ് ഇന്ത്യാസ് ഡെവലപ്മെന്റ്. ഞങ്ങൾ പല പ്രാവശ്യം പറ്റി മുമ്പ് സംസാരിച്ചിട്ടുണ്ട്. അപ്പൊ അതിനകത്ത് വന്നിട്ടുള്ള ഒരു ഐഡിയ ആണ്. അപ്പം ഇന്ത്യയിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾ എല്ലാവരും കേട്ടോണ്ടെന്ന് എനിക്കറിയാം, PC മാഹലനോബിസ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സ്റ്റാറ്റിസ്റ്റീഷ്യൻ ഉണ്ടായിരുന്നു.
ഇന്ത്യയുടെ ഉം. ഇൻഡിപെൻഡൻസിന്റെ ഒക്കെ സമയത്തുണ്ടായിരുന്ന ആളായിരുന്നു. അദ്ദേഹമാണ് ഇന്ത്യയിലെ സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റംസ് ഒക്കെ സെറ്റപ്പ് ചെയ്തത്. റൈറ്റ്. ഇപ്പൊ നമുക്ക് NSSOയും അങ്ങനത്തെ പല സർവേസും ഇന്ത്യയിൽ നടക്കുന്നുണ്ട്. നമ്മുടെ സെൻസസ് സിസ്റ്റം ഉണ്ട്. അത് അന്നത്തെ സമയത്ത് ലോകത്തുള്ള പല ഡെവലപ്ഡ് കൺട്രീസിനെക്കാളും നല്ലൊരു സ്റ്റാറ്റിസ്റ്റിക്കൽ സിസ്റ്റം ആയിരുന്നു ഇന്ത്യക്ക് ഉണ്ടായിരുന്നത്. പക്ഷേ ഓവർ ദി ഇയേഴ്സ് നമ്മള് അതിൽ നിന്ന് ഇമ്പ്രൂവ് ചെയ്തില്ല എന്ന് മാത്രമല്ല, പല രീതിയിലും നമ്മൾ അതിൽ നിന്ന് പുറകോട്ട് പോയി. നമ്മുടെ സർവേസും കാര്യങ്ങളും ഇപ്പൊ സമയത്ത് നടക്കുന്നില്ല. നമ്മുടെ മെത്തഡോളജീസ് ഇമ്പ്രൂവ് ചെയ്യുന്നില്ല. ഈവൻ നമ്മുടെ സെൻസസ് തന്നെ നമ്മളിപ്പോ 2011 സെൻസസ് കഴിഞ്ഞിട്ട് നമുക്ക് ഇതുവരെ ഒരു സെൻസസ് നടന്നിട്ടില്ല. കൊറോണയായിരുന്നു പലരും അന്ന് റീസൺ പറഞ്ഞിരുന്നത്. പക്ഷെ കൊറോണ കഴിഞ്ഞിട്ട് ഇപ്പൊ ഏകദേശം 3-4 വർഷമായി സെൻസസ് നടന്നിട്ടില്ല. അപ്പൊ അങ്ങനെ പല പ്രശ്നങ്ങളും ഇന്ത്യയിലുണ്ട്. അപ്പം ഡേറ്റ കൊണ്ട് വർക്ക് ചെയ്യുന്ന ആൾക്കാർക്ക് അറിയാം. ഞങ്ങളൊക്കെ ഡേറ്റ കൊണ്ട് പലപ്പോഴും വർക്ക് ചെയ്യുന്നില്ല. ഇന്ത്യയിലെ പബ്ലിക് ഡേറ്റ വളരെ ശോചനീയമായ അവസ്ഥയിലാണ്. സോ ആ ഒരു പ്രശ്നം നമുക്ക് സോൾവ് ചെയ്യാൻ പറ്റണം. നൗ എന്തൊക്കെയാണ് പ്രശ്നങ്ങൾ നമ്മൾ നോക്കുകയാണെങ്കിൽ, അപ്പൊ ഒന്നാമത് നോക്കുകയാണെങ്കിൽ ഇന്ത്യയിൽ ഇപ്പൊ ഡെവലപ്മെന്റ് ഔട്ട്കംസ് നമ്മൾ പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ആ ഔട്ട്കംസിനെ പറ്റി ഡേറ്റ അവൈലബിളേ അല്ല. അത് ഉദാഹരണം പറയുകയാണെങ്കിൽ ഇപ്പൊ സ്കൂളുകളിൽ എത്ര പേര് എൻറോൾ ചെയ്തു എന്നൊരു ഡേറ്റ നമുക്കുണ്ട്. എത്ര പേര് സ്കൂളുകളിൽ പോകുന്നുണ്ട്, റൈറ്റ്? എത്ര സ്റ്റുഡൻസിനെ ഇപ്പൊ ഞാൻ നേരത്തെ എൻറോൾമെന്റ് ഡേറ്റ പറഞ്ഞു ഹയർ എഡ്യൂക്കേഷന്റെ കേസിൽ 1 കോടിയും 4 കോടിയിലേക്കായി. ഇപ്പൊ എത്ര പേര് എൻറോൾ ചെയ്തെന്നുള്ള ഡേറ്റ ഉണ്ട്. ഇതിനകത്ത് നിന്ന് എത്ര പേര് നന്നായി പഠിച്ച് പാസ്സായി, അവരുടെ ലേണിംഗ് ഔട്ട്കംസ് എന്താണ്, ഇംഗ്ലീഷിൽ അവർക്ക് എത്ര പ്രൊഫഷ്യൻസി ഉണ്ട്, മാത്സിൽ എത്ര പ്രൊഫഷ്യൻസി ഉണ്ട്, ഇതിനെപ്പറ്റി നമുക്കൊരു ഡേറ്റ ഇല്ല. ഇന്ത്യയിൽ പലപ്പോഴും ഈ ഡേറ്റ നമുക്ക് കിട്ടുന്നത് എയ്സർ എന്ന് പറഞ്ഞൊരു സർവേ എന്നാണ്. പ്രഥം എന്ന് പറഞ്ഞ ഓർഗനൈസേഷൻ ചെയ്യുന്ന ഒരു സർവേ എന്നാണ്. അവരൊരു പ്രൈവറ്റ് ഓർഗനൈസേഷനാണ്. ഈ ഗവൺമെന്റ് വരെ പലപ്പോഴും റിലൈ ചെയ്യുന്നത് ഈ പ്രഥമിന്റെ ഡേറ്റയിലാണ്. അപ്പം ഇത് നമുക്ക് മാറേണ്ട ആവശ്യമുണ്ട്. ഡെവലപ്മെന്റ് ഔട്ട്കംസ് എന്താണ്, നമ്മൾ ചെയ്തൊരു കാര്യത്തിന്റെ ഔട്ട്കം, അതിനെപ്പറ്റിയുള്ള ഡേറ്റ നമുക്ക് ആവശ്യമുണ്ട്. ഉം. രണ്ടാമത്തെ ഒരു കാര്യം, ഒരു ഉദാഹരണം പറയുകയാണെങ്കിൽ ഗവൺമെന്റ് പല ബാങ്ക് അക്കൗണ്ടുകളും തുടങ്ങി എന്ന് പറയുന്നുണ്ട്. ഇപ്പൊ DBT, ആധാറും അതിനെയൊക്കെ ബേസ് ചെയ്തിട്ട് ഗവൺമെന്റ് പല ജാം, ട്രിനിറ്റി എന്നൊക്കെ പറയുന്ന സാധനത്തിന്റെ കീഴിൽ ഗവൺമെന്റ് പല ബാങ്ക് അക്കൗണ്ടുകളും തുടങ്ങിയിട്ടുണ്ട്. ആധാർ ലിങ്ക്ഡ്, മൊബൈൽ ഫോൺ നമ്പർ ലിങ്ക്ഡ് ബാങ്ക് അക്കൗണ്ട്സ്. പക്ഷെ ഇതിനെപ്പറ്റിയൊക്കെ ഓഡിറ്റ് സ്റ്റഡി ചെയ്യുന്ന സമയത്ത് ഗവൺമെന്റ് പറയും ഇത്ര ലക്ഷം ബാങ്ക് അക്കൗണ്ടുകൾ തുടങ്ങി. പക്ഷെ ഓഡിറ്റ് സ്റ്റഡി ഒക്കെ ചെയ്യുമ്പോൾ കാണുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് പലർക്കും എനിക്ക് തോന്നുന്നു നമ്പേഴ്സ് കാർത്തിക് മുരളീധരൻ പറയുന്നോളം 30-40% ആൾക്കാർക്ക്, അവർ സർവേ ചെയ്ത ആൾക്കാർക്ക് ഒരു ബാങ്ക് അക്കൗണ്ട് ഉണ്ടെന്ന് തന്നെ അറിയത്തില്ല. ബാങ്ക് അക്കൗണ്ടിൽ ഫണ്ട് വന്നു എന്ന് അവർക്ക് അറിയത്തില്ല. റൈറ്റ്? ഗവൺമെന്റിനെ സംബന്ധിച്ചുള്ള ഫണ്ട് അയച്ചിട്ടുണ്ട്, പക്ഷെ ആൾക്കാർക്ക് അറിയത്തില്ല. എഗെയിൻ നമ്മൾ ആൾക്കാരുടെ നമ്പേഴ്സ് നോക്കുന്നില്ല, ഔട്ട്കംസ് നോക്കുന്നില്ല ആണ് പ്രശ്നം. ഉം. വേറൊരു പ്രശ്നം, ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ് ഡേറ്റ നമ്മൾ നോക്കുക, റൈറ്റ്? അതായത് ഗവൺമെന്റ് ഇപ്പൊ അഡ്മിനിസ്ട്രേറ്റീവ്ലി പറയാണ് ഇത്ര പേര് ഇത്ര കാര്യങ്ങൾ സംഭവിച്ചു. പക്ഷെ അത് നമ്മൾ പിന്നെ ഓഡിറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ഈ ഗവൺമെന്റ് ഡേറ്റ, ഓൾറെഡി അവൈലബിൾ ആയ ഡേറ്റ തന്നെ പല രീതിയിലും അൺറിലയബിൾ ആണ്. ഞാനൊരു ചെറിയൊരു സ്റ്റാറ്റിസ്റ്റിക്സ് ഇപ്പം ഒരു ഗ്രാഫ് ഞാനിപ്പം സ്ക്രീനിൽ കാണിക്കാം. അപ്പൊ അതിനകത്ത് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഈ ഹിന്ദി പ്രൊഫഷ്യൻസി, മാത്തമാറ്റിക് പ്രൊഫഷ്യൻസി എന്റെ ഒരു ഡേറ്റയാണ് ഇതിനകത്ത് കാണുന്നത്. അപ്പൊ സ്റ്റുഡൻസിന് എത്ര ഇതിനകത്ത് പ്രൊഫഷ്യൻസി ഉണ്ടെന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ നിങ്ങൾ 2 ഗ്രാഫിനകത്ത് മേളിൽ വരച്ചിരിക്കുന്ന വര ഗവൺമെന്റ് കൊടുത്തിരിക്കുന്ന ഡേറ്റയാണ്. താഴെ വരച്ചിരിക്കുന്ന വര പിന്നെ അവർ ഓഡിറ്റ് ചെയ്ത് നോക്കിയ ഡേറ്റയാണ്, വേറെ ഉം. ഓർഗനൈസേഷൻസ്. അപ്പൊ മേളിൽ വരച്ചിരിക്കുന്ന വര അനുസരിച്ച് ഹിന്ദിനകത്ത് മാത്തമാറ്റിക്സിനും സ്റ്റുഡൻസിന് ഏകദേശം 60% മുകളിൽ പ്രൊഫഷ്യൻസി ഉണ്ട്, റൈറ്റ്? പിന്നെ ഓഡിറ്റ് ചെയ്ത് നോക്കിയപ്പോൾ ആ ഡേറ്റയിനകത്ത് കണ്ടൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല സ്റ്റുഡൻസിന് ഒരു സ്റ്റുഡന്റിന് പോലും 60% അടുത്തില്ല എന്നുള്ളതാണ് കാണുന്നത്. മാത്സിന്റെ കേസിൽ വളരെ ശോകമാണ് അവസ്ഥ. അപ്പൊ ഗവൺമെന്റ് അഡ്മിനിസ്ട്രേറ്റീവ്ലി പറയുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ഇത്രയും ഞങ്ങൾ അച്ചീവ് ചെയ്തു, ഔട്ട്കംസ് ഉണ്ട്. പക്ഷെ അത് തന്നെ റിലൈ ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ല. ഉം. അപ്പൊ ഇന്ത്യയിൽ ഇതിനകത്തൊരു ഡേറ്റ കളക്ട് ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്, ഉള്ള ഡേറ്റ അൺറിലയബിൾ ആയ ഒരു പ്രശ്നമുണ്ട്, കറക്റ്റ് ഡേറ്റ മെഷർ ചെയ്യാത്തൊരു പ്രശ്നമുണ്ട്. അപ്പൊ ഇതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, റൈറ്റ്? എഗെയിൻ സെൻട്രൽ ലെവലിൽ മാറ്റങ്ങൾ വരണം, സ്റ്റേറ്റ് ലെവലിൽ മാറ്റങ്ങൾ വരണം. സോ കേരളത്തിന് ഈ വിഷയത്തിനകത്ത് നമുക്കൊരു സ്റ്റേറ്റ് ലെവൽ ഡിപ്പാർട്ട്മെന്റ് ഫോർ ഡേറ്റ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ഇപ്പോൾ ഡേറ്റ കളക്ഷനും അങ്ങനത്തെ കാര്യങ്ങളും പല ഡിപ്പാർട്ട്മെന്റിൽ അക്രോസ് അത് സ്പ്രെഡ് ആയിട്ട് കിടക്കുകയാണ്. IT മിഷൻ കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ഇൻഡസ്ട്രീസ് കുറച്ച് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ലോക്കൽ ഗവൺമെന്റ്സ് കുറച്ച് ഡേറ്റ കളക്ട് ചെയ്യുന്നുണ്ട്. ഇത് പലയിടത്തും സെപ്പറേറ്റ് ആയി കിടക്കുന്ന കാര്യമാണ്. ഇതിനൊരു ടെക്നിക്കൽ എക്സ്പെർട്ടീസും ട്രെയിനിങ്ങും ഉള്ള ഒരു ടീമുള്ള ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡേറ്റ സ്റ്റാർട്ട് ചെയ്യുന്നത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. ഈ പബ്ലിക് ഡേറ്റ റിസർച്ച് പർപ്പസിനും ഈവൻ ഗവൺമെന്റ് ഡിസിഷൻ മേക്കിങ്ങിനും വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അപ്പൊ ഈ ഡിപ്പാർട്ട്മെന്റിന് എന്ത് ചെയ്യാൻ പറ്റും? അപ്പോൾ ഡിസ്ട്രിക്ട് ലെവലിൽ ഈ നമ്മൾ പറഞ്ഞ ഈ ഡെവലപ്മെന്റ് ഔട്ട്കംസ് നമുക്ക് വേണമെങ്കിൽ സസ്റ്റൈനബിൾ ഡെവലപ്മെന്റ് ഗോൾസ് ആയിട്ട് കാണാം. അപ്പൊ അതിന്റെ കീഴിൽ വരുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഇപ്പൊ പോവേർട്ടി ഇറാഡിക്കേഷൻ, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ഔട്ട്കംസ്, ജെൻഡർ ഡിസ്പാരിറ്റി, ഇങ്ങനത്തെ വിഷയങ്ങളിനകത്തൊക്കെ ഗവൺമെന്റ് ഡിസ്ട്രിക്ട് ലെവലിൽ എല്ലാ വർഷവും ഡേറ്റ കളക്ട് ചെയ്യാൻ പറ്റും. ഈ ഡിസ്ട്രിക്ട് ലെവലിൽ ഡേറ്റ കളക്ട് ചെയ്യാന്ന് പറഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു ഡിസ്ട്രിക്റ്റിൽ ഒരു 2000 ഹൗസ് ഹോൾഡ്സ് നമുക്ക് ഒരു കൊല്ലം സർവേ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ കേരളത്തിലെ 14 ഡിസ്ട്രിക്റ്റുകളുണ്ട്. ഒരു 28,000 ഹൗസ് ഹോൾഡ്സ് നമുക്ക് സർവേ ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അപ്പൊ ഇത്രയും ഹൗസ് ഹോൾഡ്സിന് നമ്മൾ സർവേ ചെയ്യാൻ പണ്ടത്തെ പോലെ ബുദ്ധിമുട്ടുകളില്ല. ഇപ്പൊ നമുക്ക് ടെക്നോളജി ഉണ്ട്, മൊബൈൽ ഫോണുകളുണ്ട്, പല വഴികളുണ്ട് നമുക്ക് സർവേ ചെയ്യാൻ. അപ്പൊ ഗവൺമെന്റ് ഇത് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ്. ആ ഡേറ്റ നമ്മൾ എല്ലാ വർഷവും ട്രാക്ക് ചെയ്യുകയാണെങ്കിൽ എവിടേക്കാണ് ചേഞ്ചസ് വരുന്നത്, എവിടേക്കാണ് ഇമ്പ്രൂവ്മെന്റ്സ് ഉണ്ടാക്കുന്നതെന്ന് ഗവൺമെന്റിന് കാണാൻ പറ്റും. രണ്ടാമത്തെ ഒരു കാര്യം, ഗവൺമെന്റ് പല സ്കീമുകളും കൊടുക്കുന്നുണ്ട്. അതായത് നരേഗ സ്കീം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ ഗവൺമെന്റ് പല ലോൺ സ്കീമുകളുണ്ട്. അങ്ങനെ പല സ്കീമുകളും ഗവൺമെന്റ് കൊടുക്കുന്നുണ്ട് ആൾക്കാർക്ക്. ഈ സ്കീമുകൾ ആൾക്കാരിലേക്ക് എത്തിപ്പെടുന്നുണ്ടോ എന്നുള്ള ഡേറ്റ ഇല്ല.
ഇത്ര പേർക്ക് ബെനിഫിറ്റ്സ് കൊടുത്തു എന്നുള്ള ഡേറ്റയുള്ളൂ. അത് ചെയ്യാൻ വേണ്ടി ഗവൺമെന്റിന് ഈ ഒരു ഡിപ്പാർട്ട്മെന്റ് സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ജസ്റ്റ് ഒരു ഫോൺ ഇൻ സർവേ അവർക്ക് നടത്താം. ഒരു ഗ്രൂപ്പ് ഓഫ് ഒരു ട്രയൽ നമ്പർ ഓഫ് ഒരു സാമ്പിൾ എന്നൊക്കെ നമ്മൾ പറയും. ഒരു സാമ്പിൾ ഓഫ് ആൾക്കാരെ എടുക്കുക, ബെനിഫിഷ്യറീസിനെ. അവരെ വിളിച്ച് ചോദിക്കുക, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു സാധനം കിട്ടിയിരുന്നോ? നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു വിസിറ്റ് നടന്നിരുന്നോ? അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇത്ര പൈസ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ വന്നിരുന്നോ? അതിനകത്ത് നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, 50% പേർക്ക് കിട്ടി, 70% പേർക്ക് കിട്ടി. ഇങ്ങനത്തെ കാര്യങ്ങൾ നോക്കാൻ പറ്റും. നമ്മൾക്കറിയാം, നമ്മുടെ ഇലക്ഷനൊക്കെ നടക്കുന്ന സമയത്ത് നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്തതെന്നൊക്കെ ചോദിച്ചുകൊണ്ട് പലർക്കും കോൾസ് വരാറുണ്ട്, റൈറ്റ്? ഇതൊരു എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്, പൊളിറ്റീഷ്യൻസ് അതിനെ നീണ്ടു തോന്നുകയാണെങ്കിൽ. സോ അങ്ങനെ ഒരു ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഡേറ്റ ഇങ്ങനെ പല രീതിയിലുള്ള സിമ്പിൾ മെഷർമെന്റ്സ്, സിമ്പിളായ രീതിയിൽ സ്റ്റാർട്ട് ചെയ്താൽ മതി. സിമ്പിൾ മെഷർമെന്റ്സ് ചെയ്യാൻ വേണ്ടി അത് ട്രാൻസ്പെറന്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സെറ്റപ്പ് ചെയ്യുക. പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണ് ഡേറ്റ എങ്കിൽ പലരും ഡേറ്റയിൽ വിശ്വസിക്കത്തില്ല. സോ ട്രാൻസ്പെറന്റ് ആയ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനായിട്ട് സെറ്റപ്പ് ചെയ്യുക. ആ സെറ്റപ്പ് ചെയ്യുകയാണെങ്കിൽ ഗവൺമെന്റ് അത് ഡിസിഷൻ മേക്ക് ചെയ്യാനോ പുതിയ പോളിസീസ് കൊണ്ടുവരാനോ ആൾക്കാർക്ക് എന്താണ് ഇഷ്ടമുള്ള കാര്യം എന്ന് മനസ്സിലാക്കാനോ ഗവൺമെന്റ് തന്നെ സഹായിക്കും. സോ പൊളിറ്റീഷ്യൻസിനും ഇത് ബെനിഫിറ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ അങ്ങനെ ഒരു സജഷനും കൂടെ കൊണ്ടുവരണം എന്നുള്ളതാണ് എൻ്റെ ഒരു അഭിപ്രായം. സോണിൽ ഡേറ്റനെ പറ്റി പറഞ്ഞപ്പോൾ എനിക്ക് തോന്നിയത്, നമ്മൾക്ക് മെഷർ ചെയ്യാൻ പറ്റുന്ന സാധനങ്ങൾ മാത്രമേ നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റുള്ളൂ എന്നൊക്കെയുള്ള ഒരു കൂട്ടുണ്ട്. പലപ്പോഴും നമ്മളുടെ രാജ്യത്ത് പ്രശ്നങ്ങൾ ഉണ്ടോ എന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലത് ഡേറ്റനെ നോക്കുന്നതാണ്. അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ഐഡിയാസ് ആണ് നമ്മൾ ഈ ഒരു എപ്പിസോഡിൽ ഷെയർ ചെയ്യാമെന്ന് വിചാരിച്ചത്. നമ്മളുടെ രാജ്യം മുന്നോട്ടേക്ക് പോകുമ്പോൾ ഇനിയും കുറേയധികം കാര്യങ്ങൾ ചെയ്യേണ്ട ആവശ്യമുണ്ട്. കുറേയധികം മാറ്റങ്ങൾ കൊണ്ടുവന്നാലേ നമ്മളുടെ രാജ്യത്തുള്ള എല്ലാ ആൾക്കാർക്കും വേണ്ട രീതിയിലുള്ള ഒരു രാജ്യമാക്കി ഇത് മാറ്റാൻ പറ്റൂ. എല്ലാവരും നല്ല രീതിയിൽ ജീവിക്കുന്ന ഒരു രാജ്യമാക്കി മാറ്റാൻ പറ്റുള്ളൂ. അപ്പൊ എന്തായാലും നിങ്ങൾക്കും കുറെ പേർക്കും കുറെ ഐഡിയാസ് ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നുണ്ട് ഇതിൽ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റുന്ന. അപ്പൊ നിങ്ങളുടെ ഐഡിയാസ് എന്തൊക്കെയാണെന്നുള്ളത് ഷെയർ ചെയ്യുക. എന്തൊക്കെ പബ്ലിക് പോളിസി മാറ്റങ്ങളാണ് നിങ്ങൾക്ക് വരാൻ ആഗ്രഹമുള്ളത് എന്നൊക്കെയുള്ളത് കമന്റ് ബോക്സിൽ ഇടുക. നമ്മളും അത് വായിക്കാം, നമ്മളും അതിനെപ്പറ്റി അഭിപ്രായം പറയാം. അപ്പോൾ അത്രയൊക്കെയാണ് ഈ ഒരു എപ്പിസോഡിൽ ചെയ്യാമെന്ന് വിചാരിച്ചത്. എന്തായാലും ഇത്രയും നേരം കേട്ടതിന് താങ്ക് യു. നിങ്ങൾക്ക് എല്ലാവർക്കും എപ്പിസോഡ് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അടുത്ത എപ്പിസോഡുമായി അടുത്ത ആഴ്ച കാണാം. ബൈ.